Hello, my dear students. KH from Race. JEE main exam അവസാനവട്ട പ്രിപ്പറേഷൻ എൻഡ് ഗെയിമിന്റെ രണ്ടാമത്തെ കെമിസ്ട്രിയുടെ ക്ലാസ് ആണ് ഇന്ന്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിനകത്ത് കെമിസ്ട്രിയുടെ ആദ്യത്തെ ക്ലാസ്സിനകത്ത് ഫസ്റ്റ് 4 ചാപ്റ്ററുകൾ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്നീ ചാപ്റ്ററുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ യൂട്യൂബിൽ ആ വീഡിയോ കാണുക, കൃത്യമായിട്ട് പഠിക്കുക. ക്ലിയർ അല്ലേ? സോ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6 ചാപ്റ്ററിനകത്തുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഏതൊക്കെയാണ് 6 ചാപ്റ്ററുകൾ? തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, റിഡോക്സ് റിയാക്ഷൻ എന്നീ +1 കെമിസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള 3 ചാപ്റ്ററുകളും, സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ് എന്നീ +2 കെമിസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള 3 ചാപ്റ്ററുകളും, ടോട്ടൽ 6 ചാപ്റ്ററുകൾ നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യും. സോ കൃത്യമായിട്ട് ചോദ്യം കാണുന്ന ഉടൻ നിങ്ങൾ ആൻസർ ചെയ്തിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ആൻസർ പറയുക. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ഏതാണ് ആൻസർ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പറയുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ നമുക്ക് ക്വസ്റ്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കുക. തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ആൻസർ ചെയ്യുക, ചാറ്റ് ബോക്സിൽ പറയുക. എന്താ ചോദ്യം? What happens when methane undergoes combustion in system A and B respectively? 2 സിസ്റ്റം ഉണ്ട്. ആ 2 സിസ്റ്റത്തിനകത്തും മീഥേന് കമ്പഷൻ നടക്കുന്നുണ്ട്. ഏതൊക്കെയാ? സിസ്റ്റം എ അഡിയബാറ്റിക് സിസ്റ്റം ആണ്. സിസ്റ്റം ബി ഡയാതെർമൽ കണ്ടെയ്നർ ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ നോക്കൂ. ഓപ്ഷൻ എ പറയുന്നത് സിസ്റ്റം എനകത്ത്, അതായത് അഡിയബാറ്റിക് സിസ്റ്റത്തിനകത്ത് നിങ്ങൾ കമ്പഷൻ നടത്തിയാൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡയാതെർമൽ സിസ്റ്റത്തിനകത്ത് നിങ്ങൾ കമ്പഷൻ നടത്തിയാൽ ടെമ്പറേച്ചർ റിമെയിൻ സെയിം ആണ്. ഇനി ഓപ്ഷൻ ബി നോക്കൂ. അഡിയബാറ്റിക് സിസ്റ്റത്തിനകത്ത് കമ്പഷൻ റിയാക്ഷൻ നടത്തിയാൽ ടെമ്പറേച്ചർ കുറയും. ഡയാതെർമൽ സിസ്റ്റത്തിനകത്ത്, ഡയാതെർമൽ കണ്ടെയ്നറിനകത്ത് നിങ്ങൾ കമ്പഷൻ നടത്തിയാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ദെൻ ടെമ്പറേച്ചർ കുറയും, ടെമ്പറേച്ചർ സെയിം, ടെമ്പറേച്ചർ റൈസസ്. സോ നോക്ക്, എന്താണ് അഡിയബാറ്റിക് സിസ്റ്റം എന്നും എന്താണ് ഡയാതെർമൽ കണ്ടെയ്നർ എന്നും അറിയാമെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്തു പോകാൻ വേണ്ടി സാധിക്കും. ക്ലിയർ അല്ലേ? സോ എന്താണ് അഡിയബാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? എന്താ അഡിയബാറ്റിക് സിസ്റ്റം? ഒരു അഡിയബാറ്റിക് സിസ്റ്റത്തിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഹീറ്റ് പുറത്തേക്കോ ഹീറ്റ് അകത്തേക്കോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കൂല. ഹീറ്റ് ട്രാൻസ്ഫർ Q0 ആണെങ്കിൽ അത്തരം സിസ്റ്റത്തിനാണ് നമ്മൾ അഡിയബാറ്റിക് സിസ്റ്റം എന്ന് പറയുക. അഡിയബാറ്റിക് ബൗണ്ടറി ഹീറ്റിനെ കണ്ടക്ട് ചെയ്യൂല. ക്ലിയർ അല്ലേ? സോ നിങ്ങളിപ്പോ ഇരിക്കുന്ന ഒരു റൂം അഡിയബാറ്റിക് ആണെന്ന് വിചാരിച്ചോ, അഡിയബാറ്റിക് സിസ്റ്റം ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഹീറ്റിന് പുറത്തേക്കും പോകാൻ പറ്റൂല, പുറത്തുനിന്ന് ഹീറ്റിന് ഉള്ളിലേക്കും വരാൻ വേണ്ടി സാധിക്കൂല അഡിയബാറ്റിക് സിസ്റ്റം ആണെങ്കിൽ. സോ നിങ്ങൾ ഇരിക്കുന്ന റൂം അഡിയബാറ്റിക് സിസ്റ്റം ആണ്. ഹീറ്റ് പുറത്തേക്കും പോകൂല, ഹീറ്റ് അകത്തേക്കും വരില്ല. സോ നിങ്ങൾ ഇവിടെ തീ കത്തിക്കുക. ക്ലിയർ അല്ലേ? കമ്പഷൻ എന്ത് റിയാക്ഷനാ? കമ്പഷൻ ഹീറ്റ് പുറത്തേക്ക് വിടുന്ന എക്സോതെർമിക് റിയാക്ഷൻ ആണ് കമ്പഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഞാൻ ഈ റൂമിൽ, ഈ അഡിയബാറ്റിക് റൂമിനകത്ത് ഞാൻ കമ്പഷൻ നടത്തിയാൽ ഹീറ്റ് റിലീസ് ചെയ്യും, ഹീറ്റ് കൂടും. പക്ഷേ ഹീറ്റിന് പുറത്തേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. കാരണം ബൗണ്ടറി അഡിയബാറ്റിക് ആണ്, ഹീറ്റിന് പുറത്തേക്ക് പോകാൻ പറ്റൂല. സോ ഹീറ്റ് ഇവിടെ തന്നെ നിൽക്കും, ടെമ്പറേച്ചർ ഇവിടെ ഇൻക്രീസ് ആവും, ടെമ്പറേച്ചർ ഇൻക്രീസസ്. സോ അഡിയബാറ്റിക് സിസ്റ്റം ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക. ചില ആൾ വിചാരിക്കും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന്. ഒരിക്കലുമല്ല. അഡിയബാറ്റിക് സിസ്റ്റം ആണെങ്കിൽ ഞാൻ ഇവിടെ എക്സോതെർമിക് റിയാക്ഷൻ നടത്തിയാൽ ഇവിടെ ഹീറ്റ് പുറത്തേക്ക് വരും, പക്ഷെ ആ ഹീറ്റിന് പുറത്തേക്ക് പോകാൻ വേണ്ടി സാധിക്കൂല, സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് പോകാൻ വേണ്ടി സാധിക്കൂല. സോ ഇവിടുത്തെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ക്ലിയർ അല്ലേ? സോ സിസ്റ്റം എനകത്ത് ടെമ്പറേച്ചർ റൈസസ്, സിസ്റ്റം എനകത്ത് ടെമ്പറേച്ചർ റൈസസ്. നിങ്ങൾ ഡയാതെർമൽ കണ്ടെയ്നർ ആണെങ്കിൽ, അതായത് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങളുടെ റൂം ഡയാതെർമൽ കണ്ടെയ്നർ ആണെങ്കിൽ നിങ്ങൾക്ക് ഹീറ്റ് പുറത്തേക്കും പോകാൻ പറ്റും, പുറത്തുനിന്ന് ഹീറ്റ് അകത്തേക്ക് വരാൻ വേണ്ടി സാധിക്കും. സോ ഡയാതെർമൽ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഹീറ്റിന് പുറത്തേക്കും പോകാൻ പറ്റും, ഹീറ്റിന് അകത്തേക്കും വരാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ നിങ്ങൾ ഇരിക്കുന്ന റൂം ഡയാതെർമൽ ആണ്. നിങ്ങൾക്ക് ഹീറ്റിന് പുറത്തേക്കും പറഞ്ഞാക്കാൻ പറ്റും, പുറത്തുനിന്ന് ഹീറ്റിന് ഉള്ളിലേക്കും വരാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു എക്സോതെർമിക് റിയാക്ഷൻ നടത്തിയാൽ, ഹീറ്റ് പുറത്തേക്ക് വിടുന്ന റിയാക്ഷൻ നടത്തിയാൽ ഇവിടെ നിലവിൽ സിസ്റ്റത്തിൽ ഹീറ്റ് കൂടും. പക്ഷേ ഡയാതെർമൽ കണ്ടെയ്നർ ആയതുകൊണ്ട് അതിന് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇവിടുന്ന് സിസ്റ്റത്തിനകത്തുള്ള ഹീറ്റ് എവിടത്തേക്ക് പോകും? സറൗണ്ടിങ്ങിലേക്ക് പോകും. അങ്ങനെ സിസ്റ്റത്തിനകത്തുള്ള ഹീറ്റ് സറൗണ്ടിങ്ങിലേക്ക് പോയിട്ട് അവസാനം നിങ്ങൾക്ക് ടെമ്പറേച്ചർ ആദ്യത്തേതിന് സമാനമാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. സോ ടെമ്പറേച്ചർ റിമെയിൻ സെയിം ആണ്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ.
ആരും ചാറ്റ് ബോക്സിലെ ആൻസർ പറഞ്ഞില്ലേ? നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ സിനിമ കാണുന്നത് പോലെ KGF കാണുന്നത് പോലെ നിങ്ങൾ യൂട്യൂബ് ലൈവ് കാണാൻ വേണ്ടി പാടില്ല. നിങ്ങൾ കൃത്യമായിട്ടൊരു പേപ്പർ നിങ്ങളുടെ കയ്യിൽ വേണം, ആൻസർ ചെയ്തു വെക്കുക, ചാറ്റ് ബോക്സിൽ പറയാം. ക്ലിയർ അല്ലേ? അഡിയാബാറ്റിക് ബൗണ്ടറി ഹീറ്റിനെ കണ്ടക്ട് ചെയ്യൂല, ഹീറ്റിനെ പുറത്തേക്ക് വിടൂല. സോ ഇവിടെ എക്സോതെർമിക് റിയാക്ഷൻ നടത്തിയാൽ ഹീറ്റ് പുറത്തേക്ക് വരും, ടെമ്പറേച്ചർ കൂടും. ഡയാതെർമൽ കണ്ടെയ്നർ ആണെങ്കിൽ ഇവിടെ എക്സോതെർമിക് റിയാക്ഷൻ നടത്തിയാൽ ഹീറ്റ് കൂടും, ഹീറ്റ് പുറത്തേക്ക് വരും. പക്ഷെ ആ ഹീറ്റിന് ആ ബൗണ്ടറി പുറത്തേക്ക് സറൗണ്ടിങ്ങിലേക്ക് കണ്ടക്ട് ചെയ്യും. സോ ഹീറ്റ് പുറത്തേക്ക് പോയി ടെമ്പറേച്ചർ പഴയതുപോലെ ആവും. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്യുക. എൻട്രോപ്പിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കൂ നിങ്ങൾ, ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് എമംഗ് ദ ഫോളോയിങ് ഈസ്, ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ള ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കൂ, നോക്ക്, ബോത്ത് എൻട്രോപ്പി ചേഞ്ച് ആൻഡ് എൻട്രോപ്പി ആർ ഫങ്ഷൻസ് ഓഫ് ടെമ്പറേച്ചർ. എൻട്രോപ്പി ചേഞ്ചും എൻട്രോപ്പിയും രണ്ടും ടെമ്പറേച്ചറിന്റെ ഫംഗ്ഷൻ ആണെന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. എന്താ ഓപ്ഷൻ ബി പറഞ്ഞേ? ബോത്ത് എൻട്രോപ്പി ആൻഡ് എൻട്രോപ്പി ചേഞ്ച്, എസ് എൻട്രോപ്പി ഡെൽറ്റ എസ് എൻട്രോപ്പി ചേഞ്ച് ആർ നോട്ട് ഫങ്ഷൻസ് ഓഫ് ടെമ്പറേച്ചർ. ആൻഡ് ഓപ്ഷൻ സി എന്താ പറഞ്ഞേ? എൻട്രോപ്പി ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ബട്ട് എൻട്രോപ്പി ചേഞ്ച് ഈസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. Then option D നോക്ക്, entropy is a function of temperature but entropy change is not a function of temperature. So entropyയും entropy changeും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പുഷ്പം പോലെ ആൻസർ പറയാൻ വേണ്ടി സാധിക്കും. എന്താണ് entropy എന്ന് പറഞ്ഞാൽ? Entropy is the measure of randomness or disorder. ഡിസോർഡറിന്റെ റാൻഡംനെസിന്റെ മെഷർമെന്റ് ആണ് എന്ത്? entropy. സോ ഇവിടെ ഞാൻ ടെമ്പറേച്ചർ കൂട്ടുന്നു, ടെമ്പറേച്ചർ കൂട്ടിയാൽ ഡിസോർഡർ എന്താവും നിങ്ങൾക്കറിയാം. ഞാൻ ഈ റൂമിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ കൈനറ്റിക് എനർജി കൂടും, റാപ്പിഡ് റാൻഡം മോഷൻ ആയിരിക്കും. സോ കൈനറ്റിക് എനർജി കൂടി യഥേഷ്ടം മൂവ് ചെയ്യുന്ന സമയത്ത് ഡിസോർഡർ കൂടും. ഡിസോർഡർ കൂടുമ്പോ എൻട്രോപ്പി കൂടും, കാരണം ഡിസോർഡറിന്റെ മെഷർമെന്റ് ആണ് എൻട്രോപ്പി. സോ ടെമ്പറേച്ചർ കൂടുമ്പോ ഡിസോർഡർ കൂടും, എൻട്രോപ്പി കൂടും. സോ എൻട്രോപ്പി ആരെ ഫംഗ്ഷനാ? എൻട്രോപ്പി ടെമ്പറേച്ചറിന്റെ ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ഇനി എൻട്രോപ്പി ചേഞ്ച് ഇക്വേഷൻ പഠിച്ചല്ലേ? എന്താണ് എൻട്രോപ്പി ചേഞ്ച് ഇക്വേഷൻ? എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡെൽറ്റ ക്യൂ ബൈ ടി ആണ്. ക്ലിയർ അല്ലേ? ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്, ടി ടെമ്പറേച്ചർ ആണ്. സോ എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ എസ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ ഇക്വേഷൻ കാണുന്ന സമയത്ത് ചില ആളുകൾക്കെങ്കിലും സംശയം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു ടെമ്പറേച്ചർ കൂടുമ്പോ ഡിസോർഡർ കൂടും, എൻട്രോപ്പി കൂടും. എന്നിട്ട് എന്താ സാറേ ഇപ്പം ഡെൽറ്റ എസും ടെമ്പറേച്ചറും ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് കാണുന്നേ? എന്താണ് ഇതിന്റെ മീനിങ്? ഈ ഇക്വേഷന്റെ സിഗ്നിഫിക്കൻസ് എന്താ നോക്കട്ടെ. ഈ ഇക്വേഷൻ ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. ടെമ്പറേച്ചർ കുറവാണെങ്കിൽ നിങ്ങൾ ലോ ടെമ്പറേച്ചറിൽ ഹീറ്റ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് ഹൈ ടെമ്പറേച്ചറിൽ അതേ എമൗണ്ട് ഹീറ്റ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ചിനേക്കാൾ കൂടുതലായിരിക്കും. അത് മാത്രമേ ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലിന്റെ മീനിങ് ഉള്ളൂ. ക്ലിയർ അല്ലേ? നിങ്ങൾ ചെറിയ ടെമ്പറേച്ചറിൽ നിങ്ങൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് വലിയ ടെമ്പറേച്ചറിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ചിനേക്കാൾ കൂടുതലായിരിക്കും. സോ എൻട്രോപ്പി ചേഞ്ചും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എൻട്രോപ്പിയും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ബോത്ത് എൻട്രോപ്പി ആൻഡ് എൻട്രോപ്പി ചേഞ്ചസ് ആർ ദി ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഹായ് ഒക്കെ കമന്റിൽ കാണുന്നുണ്ട്. ഹായ് മാത്രം പോരാ, നിങ്ങൾ എന്തും പറയണം, ആൻസറും പറയണം. കണ്ണൂരിലെ കുട്ടികളൊക്കെ ഉണ്ട്, ആൻസർ പറയാ. ക്ലിയർ അല്ലേ? ആൻസർ പറയാ. എല്ലാവരും ആൻസർ പറയാ. ചെയ്ത് നോക്കുക, പെട്ടെന്ന് ചെയ്ത് നോക്കി ആൻസർ പറയാ. നല്ല രീതിയിൽ ഡിസ്കഷന്റെ ഭാഗമാവാ. ക്ലിയർ അല്ലേ? റെഡി? സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തൊരു ചോദ്യം ചെയ്ത് നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഫിസിക്കൽ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, റെഡോക്സ് റിയാക്ഷൻ, സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, പ്രധാനപ്പെട്ട ഫിസിക്കൽ കെമിസ്ട്രിയുടെ ചാപ്റ്ററുകൾ ഡിസ്കസ് ചെയ്യാണ്. ക്ലിയർ അല്ലേ? സോ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്ററുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ട്രൈ ചെയ്യുക, ആൻസർ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ക്ലിയർ അല്ലേ? റെഡി? സോ ആൻസർ പറഞ്ഞോ. 4 moles of argon and 5 moles of PCl5 are introduced into an evacuated flask of
100 liter capacity at 610 Kelvin. The system is allowed to equilibrate. The system is allowed to equilibrate. At equilibrium, the total pressure of system was found to be 6 atm. Then Kp, equilibrium constant in terms of partial pressure, Kp for the reaction is. എന്താണ് ചോദ്യം ഇക്വിലിബ്രിയമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താ ചോദ്യം പറയുന്നത്? ഒരു 100 ml 100 ലിറ്റർ 100 ലിറ്റർ കണ്ടെയ്നറിനകത്ത് നിങ്ങൾ ആർഗണിനെയും 4 മോൾ ആർഗണിനെയും 5 മോൾ PCl5നും നിങ്ങൾ എടുത്തിട്ടുണ്ട്. ക്ലിയർലേ? ടെമ്പറേച്ചർ 610 കെൽവിൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയത്തിലുള്ള ടോട്ടൽ പ്രഷർ 6 atm ആണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ Kpയുടെ വാല്യൂ എത്രയാണെന്നാണ് ചോദ്യം. സോ നിങ്ങൾ നോക്കടാ, ഒരു കണ്ടെയ്നറിനകത്ത് ആരൊക്കെയുള്ള? കണ്ടെയ്നറിനകത്ത് ആർഗൺ ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ആർഗൺ 4 ആണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വ്യക്തവും കൃത്യവുമായിട്ട് തന്നിട്ടുണ്ട്. അതേപോലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് PCl5 5 ആണെന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. സോ 4 മോൾ ആർഗണും 5 മോൾ PCl5ഉം ഒരു കണ്ടെയ്നർ എടുത്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയാടാ? ആർഗണിന്റെ നമ്പർ ഓഫ് മോൾസ് 4 ആണ്, PCl5ന്റെ നമ്പർ ഓഫ് മോൾസ് 5 ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 9 ആണ്. ക്ലിയർലേ? ആ കണ്ടെയ്നറിന്റെ വോളിയം എത്രയാ? ആ കണ്ടെയ്നറിന്റെ വോളിയം 100 ലിറ്റർ ആണെന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ക്ലിയർലേ? ടെമ്പറേച്ചർ എത്രയാടാ? ടെമ്പറേച്ചർ 610 കെൽവിൻ ആണെന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ക്ലിയർലേ? ആറിന്റെ വാല്യൂ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. അത് തരേണ്ട ഒരു ആവശ്യമില്ല. ആറിന്റെ വാല്യൂ ലിറ്റർ ATM കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സിൽ ഏതാടാ വാല്യൂ? 0.0821 ലിറ്റർ ATM കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് ആണ് ആറിന്റെ വാല്യൂ എന്ന് നമുക്കറിയാം. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ക്ലിയർലേ? നിങ്ങൾക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് 6 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലി ഈ കണ്ടെയ്നറിനകത്തുള്ള പ്രഷർ നിങ്ങൾക്ക് നിസംശയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുക? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയാലോ. ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചതാ. എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പറയുന്നത്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT ആണ്. സോ പ്രഷർ P is equal to nRT divided by V ആണ്. n തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 9 കിട്ടിയിട്ടുണ്ട്. R 0.0821 ആണ്. ടെമ്പറേച്ചർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട് 610 ആണ്. വോളിയം 100 ആണ്. സോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ 4.5 atm എന്ന് കിട്ടിയിട്ടുണ്ടാവും. ക്ലിയർലേ? സോ പ്രഷർ എത്ര കിട്ടും? നിങ്ങൾക്ക് പ്രഷർ 4.5 atm ആണെന്ന് കിട്ടും. ക്ലിയർലേ? സോ ടോട്ടൽ പ്രഷർ ഇനീഷ്യലി ടോട്ടൽ പ്രഷർ എത്രയാടാ? ഇനീഷ്യലി 4 മോൾ ആർഗണും 5 മോൾ PCl5 ഉള്ള കണ്ടെയ്നറിന്റെ ഇനീഷ്യൽ പ്രഷർ നിങ്ങൾക്ക് 4.5 atm എന്ന് കിട്ടും. ക്ലിയർലേ? സോ ടോട്ടൽ പ്രഷർ 4.5 atm ആണെങ്കിൽ അതിൽ ആർഗണിന്റെ പ്രഷർ എത്ര? പാർഷ്യൽ പ്രഷർ ഓഫ് ആർഗൺ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, പാർഷ്യൽ പ്രഷർ ഓഫ് PCl5 നിങ്ങൾ കണ്ടുപിടിക്കാം. എടാ ടോട്ടൽ പ്രഷർ നിങ്ങൾക്ക് കിട്ടിയാൽ എങ്ങനെയാടാ പാർഷ്യൽ പ്രഷർ കാണുക? ആ ഇക്വേഷനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പാർഷ്യൽ പ്രഷർ ഓഫ് എ കോമ്പണന്റ് PA is equal to ടോട്ടൽ പ്രഷർ P total into മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കോമ്പണന്റ്. ക്ലിയർലേ? സോ ഒരു കോമ്പണന്റിന്റെ പാർഷ്യൽ പ്രഷർ കാണാൻ ടോട്ടൽ പ്രഷറിന് മോൾ ഫ്രാക്ഷൻ കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർലേ? സോ പാർഷ്യൽ പ്രഷർ ഓഫ് ആർഗൺ കിട്ടാൻ ടോട്ടൽ പ്രഷറിന് നിങ്ങൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ആർഗൺ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എടാ ടോട്ടൽ പ്രഷർ എത്രയാടാ? ടോട്ടൽ പ്രഷർ നമുക്ക് കിട്ടി 4.5 ആണ് ടോട്ടൽ പ്രഷർ. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് ആർഗൺ നമുക്ക് കണ്ടുപിടിക്കണം. എടാ എങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക? സൊല്യൂഷൻ എന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചതാണ്. ഒരു കോമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ കാണാൻ ആ കോമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോൾസിന് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? മോൾ ഫ്രാക്ഷൻ ഓഫ് എ കോമ്പോണന്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കോമ്പോണന്റ് ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദാറ്റ് കോമ്പോണന്റ്സ്. അങ്ങനെയാണെങ്കിൽ ആർഗണിന്റെ മോൾ ഫ്രാക്ഷൻ കാണാൻ ആർഗണിന്റെ നമ്പർ ഓഫ് മോൾസിന് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എടാ ആർഗണിന്റെ നമ്പർ ഓഫ് മോൾസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട് 4 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയാ? 4ഉം 5ഉം 9 ആണ്. ക്ലിയർലേ? സോ 4.5ഉം 9ഉം വെട്ടിയാൽ 2 ആയി. 4നും 2നും വെട്ടിയാൽ 2 ആയി. സോ ആർഗണിന്റെ പാർഷ്യൽ പ്രഷർ 2 atm ആണെന്ന് കിട്ടി. ക്ലിയർലേ? ഇനീഷ്യലി ടോട്ടൽ പ്രഷർ 4.5 atm ആണ്.
ആർഗണിന്റെ പാർഷ്യൽ പ്രഷർ 2 atm ആണ്. അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് PCl5 എത്ര ആയിരിക്കും? ടോട്ടൽ പ്രഷർ 4.5 ആണ്. അതിൽ ആർഗണിന്റെ പ്രഷർ 2 ആണെങ്കിൽ ബാക്കി 2.5 atm ആയിരിക്കും PCl5ന്റെ പാർഷ്യൽ പ്രഷർ. ക്ലിയർ അല്ലേ? സോ ഇനീഷ്യലി നമ്മൾ ടോട്ടൽ പ്രഷർ കണ്ടുപിടിച്ചു, ആർഗണിന്റെയും PCl5ന്റെയും പാർഷ്യൽ പ്രഷർ നമ്മൾ കണ്ടുപിടിച്ചു. ക്ലിയർ അല്ലേ? നമ്മളോട് ഇതൊന്നല്ലേ ചോദിച്ചത്, നമ്മളോട് ചോദിച്ചത് ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ ആണ്. ഇവിടെയുള്ള ഈക്വിലിബ്രിയം റിയാക്ഷൻ എന്തായിരിക്കും? ആർഗണും PCl5ഉം പരസ്പരം റിയാക്ട് ചെയ്യൂല, ദേ ആർ നോൺ റിയാക്റ്റീവ് ഗ്യാസസ്. ദെൻ എന്തായിരിക്കും റിയാക്ഷൻ? ഇവിടെ PCl5 എന്നുള്ള ചങ്ങായി ഡിസോസിയേറ്റ് ചെയ്തിട്ട് PCl3യും Cl2 ആയിട്ട് മാറും. ക്ലിയർലി? അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ Kp നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ Kp കാണുക? Kp is equal to partial pressure of PCl3 into partial pressure of Cl2 divided by partial pressure of PCl5. ഇതിലെ Kp കാണുന്ന ഇക്വേഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ Kp is equal to partial pressure of PCl3 into partial pressure of Cl2 divided by partial pressure of PCl5. ക്ലിയർലേ? സോ നമുക്ക് ഇക്വിലിബ്രിയത്തിലുള്ള PCl5ന്റെയും PCl3ന്റെയും Cl2ന്റെയും പാർഷ്യൽ പ്രഷർ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. എടാ നോക്കടാ, ഇനീഷ്യലി PCl5ന്റെ പ്രഷർ എത്രയാ? ഇനീഷ്യലി PCl5ന്റെ പ്രഷർ 2.5 atm ആണെന്ന് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ ഇനീഷ്യലി PCl5ന്റെ പ്രഷർ 2.5 atm ആണ്. ഇനീഷ്യലി PCl3യും Cl2 ഉണ്ടാവോ? ഇല്ല, ഇനീഷ്യലി റിയാക്ടന്റ് മാത്രമേ ഉണ്ടാവൂ. ആ സമയത്ത് PCl3ന്റെയും Cl2ന്റെയും പ്രഷർ 0. ക്ലിയർലേ? അറ്റ് ഇക്വിലിബ്രിയം PCl5ന്റെ പ്രഷർ എത്രയായിരിക്കും? 2.5 മൈനസ് എക്സ്. സോ എക്സ് എമൗണ്ട് പോയാൽ എക്സ് എമൗണ്ട് PCl3 ഉണ്ടാവും, എക്സ് എമൗണ്ട് Cl2 ഉണ്ടാവും. സോ PCl3ന്റെ പാർഷ്യൽ പ്രഷർ എക്സും Cl2ന്റെ പാർഷ്യൽ പ്രഷർ എക്സും. ക്ലിയർ അല്ലേ? സോ അറ്റ് ഇക്വിലിബ്രിയം PCl5ന്റെ പ്രഷർ 2.5 മൈനസ് എക്സ്, PCl3ന്റെയും Cl2ന്റെയും എക്സ് വീതം ഉണ്ടാവും. ക്ലിയർ അല്ലേ? സോ അറ്റ് ഇക്വിലിബ്രിയം നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? അറ്റ് ഇക്വിലിബ്രിയം നിങ്ങൾക്ക് ടോട്ടൽ പ്രഷർ 6 atm ആണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. ഇക്വിലിബ്രിയത്തിനകത്തുള്ള ടോട്ടൽ പ്രഷർ 6 atm ആണ്. സോ അറ്റ് ഇക്വിലിബ്രിയം ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു 6 ആണ്. ആ ടോട്ടൽ പ്രഷർ ആരെയൊക്കെ പ്രഷർ കൂട്ടിയതാ? ഇക്വിലിബ്രിയത്തിലുള്ള PCl5ന്റെ പ്രഷർ കൂട്ടണം, 2.5 മൈനസ് എക്സ്. ഇക്വിലിബ്രിയത്തിലുള്ള PCl3ന്റെ പ്രഷർ കൂട്ടണം, എക്സ്, പ്ലസ് ഇക്വിലിബ്രിയത്തിലുള്ള Cl2ന്റെ പ്രഷർ കൂട്ടണം, എക്സ്. അത് മാത്രം കൂട്ടിയാൽ മതിയോ? പോരാ. കാരണം ആ സിസ്റ്റത്തിനകത്ത് ആരും കൂടെ ഉണ്ട്, ആ സിസ്റ്റത്തിനകത്ത് ഓൾറെഡി ആർഗണും കൂടെ ഉണ്ട്. സോ ആർഗണിന്റെ പ്രഷർ ആയിട്ടുള്ള 2 atm കൂടെ നിങ്ങൾ കൂട്ടണം, 2 atm കൂടെ നിങ്ങൾ കൂട്ടണം. ക്ലിയർലേ? എക്സും ക്യാൻസൽ ആയി. ക്ലിയർലേ? അങ്ങനെയെങ്കിൽ 6 is equal to 2.5 6 is equal to 2.5 plus 2 atm എന്ന് കിട്ടും. ക്ലിയർലേ? സോ നിങ്ങൾക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് 1.5 കിട്ടും. നിങ്ങൾക്ക് x is equal to 1.5 കിട്ടും. നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് x is equal to 1.5 കിട്ടും. x is equal to 1.5 കിട്ടും. ക്ലിയർലേ? സോ ചെയ്തോ. PCl3ന്റെ കോൺസെൻട്രേഷൻ എത്രയാ? x ആണ്, 1.5. PCl2ന്റെ കോൺസെൻട്രേഷൻ എത്രയാ? x ആണ്, 1.5 ഡിവൈഡഡ് ബൈ PCl5ന്റെ കോൺസെൻട്രേഷൻ എത്രയാ? 2.5 മൈനസ് 1.5 1 കിട്ടി നിങ്ങൾക്ക്. സോ 1.5 into 1.5 2.25 is the right answer. 2.25 ഓപ്ഷൻ A is the right answer. സോ ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർലേ? നിങ്ങൾ ആദ്യം ടോട്ടൽ പ്രഷർ കണ്ടുപിടിച്ചു. ടോട്ടൽ പ്രഷർ ഉപയോഗിച്ച് ആർഗണിന്റെയും PCl5ന്റെയും പാർഷ്യൽ പ്രഷർ കണ്ടുപിടിച്ചു. PCl5ന്റെ പാർഷ്യൽ പ്രഷറും ഇക്വിലിബ്രിയത്തിനകത്തുള്ള ടോട്ടൽ പ്രഷർ ഉപയോഗിച്ച് PCl3ന്റെയും Cl2ന്റെയും പ്രഷർ കണ്ടുപിടിച്ചു. ക്ലിയർലേ? സോ നിങ്ങൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kpയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇത്രയാണ്. ലെങ്തി പ്രോബ്ലം ആണ്, സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇക്വിലിബ്രിയത്തിലുള്ളതും മോൾ കോൺസെപ്റ്റ് ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള സിമ്പിൾ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട്, അതേപോലെ പണ്ട് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററുള്ള ചാപ്റ്ററിൽ നിങ്ങൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്, PV is equal to nRT. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. ക്ലിയർലേ? റെഡി? ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. Which of the following statement are or is correct? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് നിങ്ങളോട് ചോദിച്ചത്. നോക്ക് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് നോക്ക്. The pH of
1 into 10 raised to minus molar HCl solution is 8. HCl solution is 8. അതായത് 10 raised to minus 8 molar HCl സൊല്യൂഷന്റെ pH 8 ആണെന്നാണ് പറഞ്ഞത്. ആണോ? പലർക്കും എസ് എന്നാണ് കിട്ടുക. പലർക്കും എസ് എന്നാണ് കിട്ടുക. കാരണം പി എച്ചിന്റെ ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താ പി എച്ചിന്റെ ഇക്വേഷൻ? പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ്. പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ്. ക്ലിയർലി? ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എത്ര തന്നിട്ടുണ്ട്? കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് നിങ്ങൾക്ക് തന്നിട്ടില്ല. പകരം എച്ച് സി എല്ലിന്റെ കോൺസെൻട്രേഷൻ 10 raised to minus 8 ആണ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തറിയാം? എച്ച് സി എൽ ഡിസോസിയേറ്റ് ചെയ്താൽ 1 mol എച്ച് സി എൽ ഡിസോസിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 1 mol എച്ച് പ്ലസും 1 mol സി എൽ മൈനസും കിട്ടും. സോ എച്ച് സി എല്ലിന്റെ കോൺസെൻട്രേഷൻ എത്രയാണോ അത് തന്നെയായിരിക്കും എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷനും. അത് 10 raised to minus 8 ആണ്. ക്ലിയർലി? അങ്ങനെയാണെങ്കിൽ പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് 10 raised to minus 8 ആണ്. ക്ലിയർലി? വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് 8 log 10 കിട്ടും. ക്ലിയർലി? ദെൻ 8 log 10 കിട്ടും. log 10 1 ആണ്, 8 എന്ന് കിട്ടും. പി എച്ച് 8 എന്ന് കിട്ടും. സോ പലരും വിചാരിക്കും ആൻസർ ശരിയാണെന്ന്. ആൻസർ ശരിയാണെന്ന് തെറ്റിയിരിക്കും. നോക്കടാ, പി എച്ച് ഓഫ് 10 raised to minus 8 molar HCl solution is 8. നമ്മൾ പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് എച്ച് പ്ലസ് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച സമയത്ത് നമുക്ക് 8 തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ ശരിയാണോ? അല്ല. കാരണം എച്ച് സി എൽ ആസിഡ് ആണ്. ആസിഡിന്റെ പി എച്ച് എപ്പോഴും 7നേക്കാൾ കുറവായിരിക്കുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ പിന്നെ 8 വന്നത്? നിങ്ങൾ നോക്കടാ, ഇവിടെ കോൺസെൻട്രേഷൻ 10 raised to minus 8 molar ആണ്. 10 raised to minus 8 molar എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ വളരെ കുറവാണ്. ഡയലൂട്ടഡ് സൊല്യൂഷൻ ആണ്. ആ കേസിൽ ഡയലൂട്ടഡ് സൊല്യൂഷൻ ആയതുകൊണ്ട് മോർ എമൗണ്ട് വാട്ടർ ഉണ്ടാവും. സോ വാട്ടറിനകത്തുള്ള എച്ച് പ്ലസിനെയും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. ആ സമയത്ത് എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ കൂടും, പി എച്ച് കുറയും. സോ പി എച്ച് 7നേക്കാൾ കുറവായിരിക്കും. യഥാർത്ഥ ആൻസർ 6.96 സംതിങ് ആണ് വരിക. സോ നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാം തന്നെ ഓപ്ഷൻസ് പറയാം. എച്ച് സി അസിഡിക് സൊല്യൂഷൻ അതുകൊണ്ട് പി എച്ച് ലെസ് ദാൻ 7 ആണെന്ന് നിങ്ങൾക്ക് പറയാം. ക്ലിയർലി? സോ എ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, വരൂല. അടുത്ത നോക്കടാ, ബി നോക്ക്. ദ കോൺജുഗേറ്റഡ് ബേസ് H2PO4 is HPO4 2 minus. H2PO4 മൈനസിന്റെ കോൺജുഗേറ്റഡ് ബേസ് HPO4 2 മൈനസ് എന്നാണ് പറയുന്നത്. ശരിയാണോ തെറ്റാണോ? എന്താടാ കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ? എന്താടാ കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ എന്ന് പറഞ്ഞാൽ എ പെയർ ഓഫ് ആസിഡ് ആൻഡ് ബേസ് ഡിഫർ ബൈ എച്ച് പ്ലസ് അയോൺ. എ പെയർ ഓഫ് ആസിഡ് ആൻഡ് ബേസ് ഡിഫർ ബൈ എച്ച് പ്ലസ് അയോൺ. അതായത് കോൺജുഗേറ്റഡ് ആസിഡ് ഈസ് ഈക്വൽ ടു കോൺജുഗേറ്റഡ് ബേസ് പ്ലസ് എച്ച് പ്ലസ് ആണ്. ക്ലിയർലി? ഒരു സ്പീഷ്യസിൽ നിന്ന് എച്ച് പ്ലസ് പോയാൽ നിങ്ങൾക്ക് കോൺജുഗേറ്റഡ് ബേസ് കിട്ടും. ഒരു സ്പീഷ്യസിൽ നിങ്ങൾ എച്ച് പ്ലസ് ആഡ് ചെയ്താൽ കോൺജുഗേറ്റഡ് ആസിഡ് കിട്ടും. സോ എ പെയർ ഓഫ് ആസിഡ് ആൻഡ് ബേസ് ഡിഫർ ബൈ എച്ച് പ്ലസ് അയോൺ. ക്ലിയർലി? സോ നിങ്ങൾക്ക് ഒരു ചങ്ങായിയുടെ കോൺജുഗേറ്റഡ് ആസിഡ് ചോദിച്ചാൽ നിങ്ങൾ എച്ച് പ്ലസ് കൂട്ടിയാൽ മതി. ഒരു ചങ്ങായിയുടെ കോൺജുഗേറ്റഡ് ബേസ് ചോദിച്ചാൽ എച്ച് പ്ലസ് കുറച്ചാൽ മതി. ക്ലിയർലി? സോ H2PO4 മൈനസിന്റെ കോൺജുഗേറ്റഡ് ബേസ് കാണാൻ നിങ്ങൾ ഒരു എച്ച് പ്ലസിനെ പോക്കിയാൽ മതി. ഒരു എച്ച് പ്ലസിനെ പോക്കിക്കോ. H2PO4 മൈനസിൽ നിന്ന് ഒരു എച്ച് പ്ലസ് പോയാൽ പിന്നെന്താ ഉണ്ടാവുക? H2 എന്ന് ഒരു എച്ച് പോയാൽ എച്ച്, ഒരു പ്ലസ് ചാർജ് പോയാൽ -1 -2 ആയിട്ട് മാറും. സോ HPO4 2 മൈനസ് തന്നെയാണ്. ക്ലിയർ അല്ലേ? H2PO4 മൈനസിന്റെ കോൺജുഗേറ്റഡ് ബേസ് ചോദിച്ചാൽ H2PO4 മൈനസിൽ നിന്ന് ഒരു എച്ച് പ്ലസിനെ റിമൂവ് ചെയ്താൽ മതി. അത് HPO4 2 മൈനസ് ആണ്. സോ ഇത് തന്നെയാണ് കോൺജുഗേറ്റഡ് ബേസ്. സോ ബി ശരിയാണ്, ബി ശരിയാണ്. ഇനി സി നോക്കടാ, നിങ്ങൾ സി നോക്കടാ. സി നോക്ക് നിങ്ങൾ. KW increases with increase in temperature. Ionic product of water KW increases with increase in temperature ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ KW കൂടും. ദാറ്റ് ഇസ് ദ റൈറ്റ് ഓപ്ഷൻ. ഓപ്ഷൻ അല്ല, റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ അല്ലേ? സോ ബി ശരിയാണ്, സി ശരിയാണ്. ഇനി നമുക്ക് ഡി നോക്കാം. ഡി നോക്ക്. When a solution of weak monoprotic acid, when a solution of weak monoprotic acid is titrated against a strong base at half neutralization point, pH is equal to half pKa. Weak monoprotic acid strong base ഉമായിട്ട് ടൈട്രേറ്റ് ചെയ്യുന്ന ഹാഫ് ന്യൂട്രലൈസേഷൻ പോയിന്റിലുള്ള pH half into pKa എന്നാണ് പറയുന്നത്. ആണോ? അല്ല. എന്താണ് pHന്റെ ഇക്വേഷൻ? pH is equal to pKa plus log concentration of salt divided by concentration of acid ആണ്.
നിങ്ങൾ പോയിന്റ് നോക്കണ ഹാഫ് ന്യൂട്രലൈസേഷൻ പോയിന്റ് ആണ്. കംപ്ലീറ്റ് ന്യൂട്രലൈസേഷൻ നടക്കുന്നുണ്ടോ? ഇല്ല, ഹാഫ് ന്യൂട്രലൈസേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. കംപ്ലീറ്റ് ആസിഡ് ന്യൂട്രലൈസ് ചെയ്താൽ കംപ്ലീറ്റ് സാൾട്ട് കിട്ടും. പകുതി ആസിഡ് ന്യൂട്രലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പകുതി സാൾട്ടേ കിട്ടൂ. ക്ലിയർ അല്ലേ? സോ ആസിഡും പകുതി സാൾട്ടും പകുതി നിങ്ങൾക്ക് കിട്ടൂ. രണ്ടിന്റെയും കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കും. സോ നിങ്ങൾക്ക് അത് 1 കൊടുത്താൽ, കോൺസെൻട്രേഷൻ സെയിം കൊടുത്താൽ അത് ക്യാൻസൽ ആയിട്ട് 1 ആയിട്ട് മാറും. ലോഗ് 1 0 ആയിട്ട് മാറും. pH is equal to pKa ആണ് വരിക. സോ ഹാഫ് ന്യൂട്രലൈസേഷൻ പോയിന്റിൽ കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ടും കോൺസെൻട്രേഷൻ ഓഫ് ആസിഡും ഈക്വൽ ആയിരിക്കും. സോ ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. ലോഗ് 1 0 ആണ്. സോ pH is equal to pKa എന്നാണ് വരിക. ഹാഫ് pKa അല്ല. സോ അത് തെറ്റാണ്. സോ ബിയും ശരിയാണ്, സിയും ശരിയാണ്. സോ ബിയും സിയും ശരിയാണെങ്കിൽ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി is the right answer. പ്രീവിയസ് ക്വസ്റ്റ്യൻ. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്താ വിഷയം? പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്താ വിഷയം? ക്ലിയർ അല്ലേ? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ക്ലിയർ അല്ലേ? റെഡി? എന്താ സംശയം ഉള്ളത് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? റെഡി? അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. നിങ്ങൾ നോക്കടാ, നിങ്ങളുടെ അനലിറ്റിക്കൽ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എ കോമ്പൗണ്ട്, നിങ്ങൾ ലാബ് പോയ ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ +2 പഠിക്കുന്ന സമയത്ത് ലാബ് പോയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ സുഖമായിട്ട് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു ചോദ്യമാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. എ കോമ്പൗണ്ട് എക്സ് ഈസ് എ വീക്ക് ആസിഡ്. ഒരു കോമ്പൗണ്ട് എക്സ് ഈസ് എ വീക്ക് ആസിഡ്. ഇക്വേഷൻ ഭാഗം നിങ്ങൾ നോക്ക്. ഇക്വിലിബ്രിയത്തിൽ ടോട്ടൽ പ്രഷർ 6 ആണ്. ആ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ PCl5ന്റെ പ്രഷർ 2.5 മൈനസ് എക്സും, PCl3ന്റെ പ്രഷർ പ്ലസ് എക്സും, Cl2ന്റെ പ്രഷർ പ്ലസ് എക്സും, പിന്നെ നിങ്ങൾ ആർഗണിന്റെ പ്രഷർ 2 കൂടെ കൂട്ടിയാൽ മതി. ക്ലിയർ അല്ലേ? 2 കൂടെ കൂട്ടിയാൽ മതി. ക്ലിയർ അല്ലേ? റെഡി? സോ ഇവിടെ എക്സും ക്യാൻസൽ ആവും. സോ 6 is equal to 2.5 രണ്ടും 4.5 പ്ലസ് എക്സ് കിട്ടും. സോ x is equal to 6 minus 4.5 that is equal to 1.5. ഞാൻ ഡയറക്റ്റ് എടുത്ത് എഴുതിയതാ. ക്ലിയർ അല്ലേ? ഷോർട്ട് ആക്കിയിട്ട് ഡയറക്റ്റ് എടുത്ത് എഴുതിയതാ. നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, റെഡി? സോ നോക്ക്, നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്ക്. എ കോമ്പൗണ്ട് എക്സ് ഈസ് എ വീക്ക് ആസിഡ് and it exhibits color change at pH close to equivalence point during neutralization of NaOH with CH3COOH. The compound X exists in ionized form in basic medium. The compound X is, അതായത് CH3COOHന്റെയും NaOHന്റെയും ടൈട്രേഷന് നിങ്ങൾ ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ആളാണ് എക്സ് വീക്ക് ആസിഡ് ആണ്. എക്സ് കളർ ചേഞ്ച് കാണിക്കുന്നുണ്ട്. എക്സ് ബേസിക് മീഡിയത്തിൽ അയോണൈസ്ഡ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുക. ഇത്രയും പറഞ്ഞാൽ തന്നെ എക്സ് ആരാണെന്ന് നമ്മളെ മനസ്സിലേക്ക് വരുന്നില്ലേ? ഫിനോഫ്താലിനാണ്. നമുക്കറിയാം ഫിനോഫ്താലിന് വീക്ക് ആസിഡ് ആണ്. ബേസിക് മീഡിയത്തിൽ അയോണൈസ്ഡ് ഫോം ആണ്, അത് പിങ്ക് കളർ കാണിക്കും. അസിഡിക് മീഡിയത്തിൽ കളർലെസ് ആണ്. അത് മാത്രമല്ല ഇവിടെ CH3COH വീക്ക് ആസിഡ് ആണ്. ഇവിടെ NaOH സ്ട്രോങ് ബേസ് ആണ്. വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ആണ്. ക്ലിയർ അല്ലേ? സോ ഫിനോഫ്താലിന്റെ pH റേഞ്ച് 8.3 to 10 ആണ്. സോ 10.5 ആണ്. സോ നിങ്ങൾക്ക് pH റേഞ്ച് ഉണ്ട്. അതേപോലെ വീക്ക് ബേസ് സ്ട്രോങ് ആസിഡ് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ആണ്. വീക്ക് ആസിഡ് ആണ് ഫിനോഫ്താലിന് ബേസിക് മീഡിയത്തിൽ പിങ്ക് കളറാണ്, അസിഡിക് മീഡിയത്തിൽ കളർലെസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷനിൽ നിങ്ങൾ ഫിനോഫ്താലിനാണ് ഉപയോഗിക്കുക. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ടൈട്രേഷന്റെ ഭാഗം ഒക്കെ പഠിക്കണേ. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ, സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻ, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ, ഇതൊക്കെ നിങ്ങൾ പഠിക്കുക. ടൈട്രേഷന്റെ കാര്യവും ഇൻഡിക്കേറ്ററിന്റെ കാര്യമൊക്കെ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ടേക്ക് പോവാം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റിഡോക്സ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട റിയാക്ഷൻ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യം നിങ്ങൾ ചെയ്ത് നോക്കി. ഇതെല്ലാവരും ആൻസർ ചെയ്യണേ. റഷി, ശാന്തബൻ, ഷാജി എല്ലാവരും ഉണ്ട്. സോ സ്റ്റഡി ഹാർഡ് ഒക്കെ ഉണ്ട്. അതേപോലെ ഷോർട്സ് എല്ലാവരും ഉണ്ട്. ക്ലിയർ അല്ലേ? അദീബ ഒക്കെ ഉണ്ട്. പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും ചെയ്ത് നോക്കുക. മുഴുവൻ ആളുകളും ചാറ്റ് ബോക്സിൽ ആൻസർ പറയണം. 1-2 ആളുകൾ മാത്രമല്ല, മുഴുവൻ ആളുകളും റിഡോക്സ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ചാറ്റ് ബോക്സിൽ പറ. എന്താ ചോദ്യം? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻസ് ആർ കറക്റ്റ് ഫോർ ദി റിയാക്ഷൻ? നിങ്ങൾക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. എന്താ റിയാക്ഷൻ? 2AuCN twice plus Zn gives 2Au plus ZnCN for 2 minus.
ക്ലിയർ അല്ലേ? ഈ റിയാക്ഷൻ റിഡോക്സ് റിയാക്ഷൻ ആണോ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണോ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണോ, കോമ്പിനേഷൻ റിയാക്ഷൻ ആണോ? എല്ലാവരും ചെയ്തു നോക്കാം, എല്ലാവരും ചെയ്തു നോക്കാം. നോക്കി റിയാക്ഷൻ നോക്കി, AuCN ട്വൈസ് മൈനസ് ZNുമായിട്ട് റിയാക്ട് ചെയ്ത് ZNുമായിട്ട് റിയാക്ട് ചെയ്ത് 2Au ZnCN4 2 മൈനസും ആയിട്ട് മാറുന്നു. ക്ലിയർ നോക്കടാ എല്ലാവരും. ആദ്യം തന്നെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചോ, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചോ. കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ഓക്സിഡേഷൻ നമ്പർ, സെൻട്രൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കാണുന്നൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഇവിടെ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് -1 ആണ്. ഇവിടെ ലിഗാൻഡ് CN ആണ്, CNന്റെ ചാർജ് -1 ആണ്. 2 CN ഉണ്ട്, 2 × -1 -2 ആണ്. ലിഗാൻഡിന്റെ ചാർജ് -2 ആണ്, കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് -1 ആണ്. നിങ്ങൾക്ക് എന്തറിയാം? സെൻട്രൽ ആറ്റത്തിന്റെ ചാർജും ലിഗാൻഡിന്റെ ചാർജും കൂട്ടിയാൽ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജിന് ഈക്വൽ ആയിരിക്കും. സോ -2 ന്റെ എത്ര കൂട്ടിയിലാണ് -1 കിട്ടുക? -2 ന്റെ +1 കൂട്ടിയിലാണ് -1 കിട്ടുക. സോ ഇവിടെ Aയുടെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഇവിടെ സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാടാ? ഇവിടെ സിങ്ക് ഫ്രീ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫ്രീ സ്റ്റേറ്റില് എലമെന്റൽ സ്റ്റേറ്റില് ഓക്സിഡേഷൻ നമ്പർ 0 ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ Au ഉണ്ട്, അഗൈൻ Au ഫ്രീ സ്റ്റേറ്റ് ആണ്. ഫ്രീ സ്റ്റേറ്റില് എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. then ZnCN4 2 ഉണ്ട്. ഇവിടെ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് -2 ആണ്. ആരാ ലിഗാൻഡ്? CN ആണ് ലിഗാൻഡ്. CNന്റെ ചാർജ് -1 ആണ്. 4 CNന്റെ ചാർജ് -4 ആണ്. സോ ലിഗാൻഡിന്റെ ചാർജ് -4 കിട്ടി, കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് -2 കിട്ടി. നിങ്ങൾക്ക് എന്തറിയാം? ലിഗാൻഡിന്റെ ചാർജിനോടൊപ്പം സെൻട്രൽ ആറ്റത്തിന്റെ ചാർജ് കൂടെ കിട്ടിയാൽ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് കിട്ടും. സോ ഇവിടെ ലിഗാൻഡിന്റെ ചാർജ് -4 ആണ്, കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് -2 ആണ്. -4നോട് എത്ര കുട്ടികളാ -2 കൂട്ടുന്നേ? +2 ആണ്. സോ സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ +2. ക്ലിയർലേ? സോ എല്ലാവരും നോക്കി, സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് +2ലേക്ക് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുക? ദ പ്രോസസ് ഇൻ വിച്ച് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് ഈസ് കോൾഡ് ഓക്സിഡേഷൻ. സോ Zn ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് +2ലേക്ക് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. സോ സിങ്കിന് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഗോൾഡിന്റെ നോക്കടാ. ഗോൾഡിന്റെ ഓക്സിഡേഷൻ നമ്പർ +1ൽ നിന്ന് 0യിലേക്ക് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ് നമ്മൾ വിളിക്കുക ദ പ്രോസസ് ഇൻ വിച്ച് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ് ഈസ് കോൾഡ് റിഡക്ഷൻ. ക്ലിയർ അല്ലേ? സോ സിങ്കിന് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, AuCN ട്വൈസ് മൈനസിന് റിഡക്ഷൻ നടക്കുന്നുണ്ട്. ഒരു റിയാക്ഷൻ അകത്ത് റിഡക്ഷനും ഓക്സിഡേഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷനെ നമ്മൾ എന്ത് വിളിക്കുക? റിഡോക്സ് റിയാക്ഷൻ. ദ പ്രോസസ് in which oxidation and reduction take place simultaneously is called redox reaction. Therefore this is a redox reaction. ഒരു സംശയമില്ല. ഇനി ഇത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണോ അല്ലയോ? എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? ഒരു കോമ്പൗണ്ടിൽ നിന്ന്, ഒരു മോളിക്യൂളിൽ നിന്ന് ഒരു ആറ്റത്തിനെയോ അല്ലെങ്കിൽ ഒരു അയോണിനെയോ മറ്റൊരു ആറ്റമോ മറ്റൊരു അയോണോ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ക്ലിയർലി? ഒരു മോളിക്യൂളിനകത്തുള്ള ഒരു ആറ്റം പോയിട്ട് മറ്റൊരു ആറ്റം വരുന്നു. an atom or ion in a molecule is displaced by replaced by another atom or ion ആണെങ്കിൽ അത്തരം റിയാക്ഷനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ വിളിക്കുക. ക്ലിയർലേ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ 2 ടൈപ്പ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും. ഒരു മെറ്റൽ ആറ്റമോ അല്ലെങ്കിൽ ഒരു മെറ്റൽ അയോണോ ഒരു കോമ്പൗണ്ടിൽ നിന്ന് പോയിട്ട് പകരം മറ്റൊരു മെറ്റൽ ആറ്റമോ മെറ്റൽ അയോണോ വന്നാൽ അതാണ് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. എ മെറ്റൽ ആറ്റം or a metal ion is displaced by another metal atom or metal ion. ഇവിടെ നോക്കടാ, ഇവിടെ AuCN ട്വൈസിൽ നിന്ന് A പോയിട്ട് പകരം Zn വന്നിട്ട് ZnCN4 ആയിട്ട് മാറുന്നു. ക്ലിയർലേ? AuCN ട്വൈസിൽ നിന്ന് A പോയിട്ട് പകരം Zn വന്നിട്ട് ZnCN4 ആയിട്ട് മാറുന്നു. സോ A പോയിട്ട് Zn വരുന്നു, Auനെ Zn ഡിസ്പ്ലേസ് ചെയ്യുന്നു. സോ ദിസ് എ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. സോ B is the right answer. സോ എയും ശരിയാണ്, ബിയും ശരിയാണ്. then ഓപ്ഷൻ A is the right answer. ക്ലിയർ അല്ലേ? ഈ തന്നിട്ടുള്ള റിയാക്ഷൻ ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്, ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും കൂടിയാണ്. ക്ലിയർ അല്ലേ? then ഓപ്ഷൻ A is the right answer. ക്ലിയർ? റെഡി? അടുത്ത ചോദ്യം നിങ്ങൾ നോക്കി. ഇത് റിഡോക്സ് റിയാക്ഷനും പിന്നെ പി ബ്ലോക്കിന്റെ ചെറിയൊരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ്. എല്ലാവരും ചെയ്തു നോക്കുക. എന്താ ചോദ്യം? The compound that cannot act as
ബോത്ത് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ്. ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും രണ്ടുമായിട്ടും ആക്ട് ചെയ്യാൻ പറ്റാത്ത കോമ്പൗണ്ട് ഏതാണെന്നാണ് ചോദ്യം. H3PO4 ഉണ്ട്, HNO2 ഉണ്ട്, H2SO3 ഉണ്ട്, H2O2 ഉണ്ട്. ഇതിൽ ആർക്കാണ് ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും രണ്ടുമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് ചോദ്യം. നിങ്ങൾ ഓപ്ഷൻ എ നോക്കടാ. ആരാ ഓപ്ഷൻ എ? H3PO4 ആണ്. ഇവിടെ H3PO4നകത്തുള്ള ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ നമ്പർ ഒന്ന് കണ്ടുപിടിച്ചേ. H3PO4നകത്തുള്ള ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ നമ്പർ എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ചേ. നിങ്ങൾക്കറിയാം H3PO4 ഒരു ന്യൂട്രൽ മോളിക്യൂളാണ്. ഒരു ന്യൂട്രൽ മോളിക്യൂളിനകത്ത് ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പർ കൂട്ടിയാൽ 0 കിട്ടും. ക്ലിയർലേ? സോ നമുക്ക് സ്ലോ ആക്കാം. ഡോണ്ട് വറി, സ്ലോ ആക്കാം. ഒരു ന്യൂട്രൽ മോളിക്യൂളിനകത്ത് ചാർജ് ഒന്നുമില്ലാത്ത ഒരു ന്യൂട്രൽ മോളിക്യൂളിനകത്ത് ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പർ കൂട്ടിയാൽ 0 കിട്ടണം. H3PO4നകത്ത് ചാർജ് ഒന്നുമില്ല, ന്യൂട്രൽ മോളിക്യൂൾ ആണ്. സോ ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പർ കൂട്ടിയാൽ 0 കിട്ടണം. നിങ്ങൾക്കറിയാം ഹൈഡ്രജന്റെ കോമൺ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. 3 ഹൈഡ്രജൻ ഉണ്ട്, +3 ആണ്. ക്ലിയറല്ലേ? അടുത്തത് ഓക്സിജന്റെ കോമൺ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. 4 ഓക്സിജൻ ഉണ്ട്, -8 വരും. -8ഉം +3യും കൂട്ടിയാൽ -5 കിട്ടും. -5ന്റെ കൂടെ എത്ര കൂട്ടിലാ 0 കിട്ടുക? -5ന്റെ കൂടെ +5 കൂട്ടിലാണ് 0 കിട്ടുക. സോ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ നമ്പർ +5 ആണ്. എല്ലാവർക്കും കിട്ടിക്കോ? ഷാജി കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? H3PO4നകത്തുള്ള ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ നമ്പർ +5 ആണ്. എടാ ഫോസ്ഫറസിന്റെ മാക്സിമം ഓക്സിഡേഷൻ നമ്പർ എത്രയാടാ? ഫോസ്ഫറസിന്റെ മാക്സിമം ഓക്സിഡേഷൻ നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഫോസ്ഫറസ് 15th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ആരൊക്കെയാടാ 15th ഗ്രൂപ്പ് എലമെന്റ്സ്? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി, ബിസ്മിത്ത്, ഇവരൊക്കെ 15th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. 15th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ വാലൻസ് ഷെല്ലിനകത്ത് 5 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക അല്ലെ? യെസ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ശാന്തം ആൻസർ 5 പറഞ്ഞിട്ടുണ്ട്, +5 ശരിയാണ്. 15th ഗ്രൂപ്പ് എലമെന്റ്സ് നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി, ബിസ്മിത്ത് ഉൾപ്പെടെയുള്ള 15th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം 5 ആണ്. സോ മാക്സിമം നിങ്ങൾക്ക് എത്ര ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റും? 5 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റും. 5 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ ചാർജ് എന്തായിട്ട് മാറും? +5 ആയിട്ട് മാറും. ഇനി റിമൂവ് ചെയ്യാൻ വാലൻസ് ഷെല്ലിനകത്ത് ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. കാരണം ഫോസ്ഫറസ് 15th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. 15th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ വാലൻസ് ഇലക്ട്രോൺ 5 ആണ്. സോ മാക്സിമം നിങ്ങൾക്ക് 5 ഇലക്ട്രോണിനെ മാത്രമേ വിട്ടുകൊടുക്കാൻ പറ്റൂ. സോ മാക്സിമം ഓക്സിഡേഷൻ നമ്പർ +5. സോ ഫോസ്ഫറസിന്റെ മാക്സിമം ഓക്സിഡേഷൻ നമ്പർ ആണ് +5. സോ ഇനി ഓക്സിഡേഷൻ നമ്പർ കൂട്ടാൻ പറ്റുമോ? ഇല്ല. ഇനി ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ പറ്റൂല. കാരണം അത് അതിന്റെ ഫോസ്ഫറസ് H3PO4നകത്ത് അതിന്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ ആയിട്ടുള്ള +5നകത്തുള്ളത്. സോ ഇനി ഓക്സിഡേഷൻ നമ്പർ കൂട്ടാൻ പറ്റൂല. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രോസസ്സാണ് എന്ത്? ഓക്സിഡേഷൻ. പഠിച്ചില്ലേ? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന കൂടുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. സോ ഫോസ്ഫറസ് H3PO4നകത്ത് അതിന്റെ ഹയസ്റ്റ് മാക്സിമം ഓക്സിഡേഷൻ നമ്പറിലാണുള്ളത്. സോ ഇനി ഓക്സിഡേഷൻ നമ്പർ കൂട്ടാൻ പറ്റൂല. അതുകൊണ്ട് ഇനി ഓക്സിഡേഷൻ നടക്കൂല. ഓക്സിഡേഷൻ നടന്നിട്ടില്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റൂല. ക്ലിയർലേ? സോ ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസ് ഏജന്റും രണ്ടുമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റാത്തത് H3PO4 ആണ്. കാരണം H3PO4ന് ഒരിക്കലും റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കൂല. മനസ്സിലായിക്കോ? ഓപ്ഷൻ എ H3PO4നകത്ത് ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ നമ്പർ +5 ആണ്. ഫോസ്ഫറസ് 15th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. 15th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം 5 ആണ്. സോ 15th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ മാക്സിമം ഓക്സിഡേഷൻ നമ്പർ +5 ആണ്. ഇനി ഓക്സിഡേഷൻ നമ്പർ കൂട്ടാൻ പറ്റൂല. അതുകൊണ്ട് ഇനി ഓക്സിഡേഷൻ നടക്കൂല. ഓക്സിഡേഷൻ നടന്നിട്ടില്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യൂല. ക്ലിയർലേ? സോ രണ്ടുമായിട്ടും ആക്ട് ചെയ്യാത്തത് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. കാരണം രണ്ടുമായിട്ടും റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടും ഓക്സിഡൈസിങ് ഏജന്റും രണ്ടുമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റൂല. അതിന് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റൂല, ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റൂ. ക്ലിയർ അല്ലേ? റെഡി. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ. റിഡോക്സ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. നിങ്ങൾ ആൻസർ പറയണം. റാഷി ആൻസർ പറ. റാഷി എന്താ ആൻസർ വരിക? ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. Which one of the following is an example of disproportionation reaction? ആരാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചത്.
ഇവിടെ എന്താണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനകത്ത് ഒരു റിഡോക്സ് റിയാക്ഷനകത്ത് ഒരു സിംഗിൾ റിയാക്ടിങ് സ്പീഷ്യസിന് തന്നെ ഓക്സിഡേഷനും അയാൾക്ക് തന്നെ റിഡക്ഷനും നടക്കുമെങ്കിൽ a single reacting species is oxidized as well as reduced simultaneously. ഒരു സിംഗിൾ റിയാക്ടിങ് സ്പീഷ്യസിന് തന്നെ ഒരാൾക്ക് തന്നെ ഓക്സിഡേഷനും അയാൾക്ക് തന്നെ റിഡക്ഷനും നടക്കുന്നുണ്ടെങ്കിൽ അത്തരം റിഡോക്സ് റിയാക്ഷൻ ആണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ദീസ് ആർ ദി റിയാക്ഷൻസ് ഇൻ വിച്ച് എ സിംഗിൾ റിയാക്ടിങ് സ്പീഷ്യസ് ഈസ് ഓക്സിഡൈസ്ഡ് ആസ് വെൽ ആസ് reduced simultaneously. So നമുക്ക് നോക്കാം. ഓപ്ഷൻ എ നോക്ക്. 3MnO4 2 minus plus 4H plus gives 2MnO4 minus plus MnO2 plus 2H2O. Clearly? So the disproportionation reaction ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം. സോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആദ്യം MnO4 മൈനസിലുള്ള മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ ഒന്ന് കണ്ടുപിടിച്ചേ. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നൊക്കെ 8ാം ക്ലാസ്സിലെ കുട്ടിയൊക്കെ അറിയാം. പിന്നെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്സിജന്റെ കോമൺ ഓക്സിഡേഷൻ നമ്പർ -2 ആ. ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്. 4 × -2 -8 ആണ്. നോക്കടാ, ഇത് പോളി അറ്റോമിക് അയോൺ ആയതുകൊണ്ട് ടോട്ടൽ ചാർജ് -2 ആ. -8ന്റെ കൂടി എത്ര കൂട്ടിയാലാ -2 കിട്ടുക? +6 ആണ്. സോ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ +6 കിട്ടും. മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ +6 കിട്ടും. ഇനി MnO4 മൈനസിനകത്തുള്ള മാംഗനീസിന്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള MnO4 മൈനസിനകത്തുള്ള മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ ഒന്ന് കണ്ടുപിടിച്ചേ നോക്കേ. ഓക്സിജന്റെ കോമൺ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. 4 ഓക്സിജന്റെ ചാർജ് -8 ആണ്. ഇവിടെ ടോട്ടൽ ചാർജ് -1 ആണ്. -8നോട് +7 കൂട്ടിയാലാണ് -1. സോ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ +7 ആണ്. ഇനി MnO2നകത്തുള്ള മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ തിരിയാ. ഇവിടെ ഓക്സിജന്റെ കോമൺ ഓക്സിഡേഷൻ നമ്പർ -2 ആ. 2 ഓക്സിജൻ ഉണ്ട്. 2 × -2 -4 ആണ്. -4നോട് എത്ര കൂട്ടിയാൽ 0 കിട്ടുക? -4നോട് +4 കൂട്ടിയാലാണ് 0 കിട്ടുക. ക്ലിയർലി? സോ ഇവിടെ Mnന്റെ ഓക്സിഡേഷൻ നമ്പർ +6 കിട്ടി. ഇവിടെ Mnന്റെ ഓക്സിഡേഷൻ നമ്പർ +7 കിട്ടി. ഇവിടെ Mnന്റെ ഓക്സിഡേഷൻ നമ്പർ +4 കിട്ടി. സോ എല്ലാവരും നോക്കി +6 നിന്ന് +7ലേക്ക് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. അഗൈൻ +6 നിന്ന് +4ലേക്ക് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് മക്കളെ റിഡക്ഷൻ. സോ MnO4 2- എന്നുള്ള ഒരൊറ്റ ചങ്ങായിക്ക് തന്നെ ഓക്സിഡേഷനും അയാൾക്ക് തന്നെ റിഡക്ഷൻ നടക്കുന്നുണ്ട്. സോ ഒരൊറ്റരാൾക്ക് തന്നെ ഓക്സിഡേഷനും അയാൾക്ക് തന്നെ റിഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ റിയാക്ഷൻ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. സോ ഓപ്ഷൻ എ ഇസ് ദ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർലേ? ബീസ്റ്റ് ആണ്. ബീസ്റ്റ് പ്രോ ഉണ്ട്. ബീസ്റ്റ് പ്രോ ആണ് ആദ്യം ആൻസർ പറഞ്ഞു തോന്നുന്നു. അല്ല, ശാന്താണ് ആദ്യം ആൻസർ പറഞ്ഞത്. അദീബ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സോ ആൻസർ പറഞ്ഞ എല്ലാവർക്കും പ്രത്യേക കൺഗ്രാറ്റുലേഷൻസ്. ക്ലിയർലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തൊരു ചോദ്യം സൊല്യൂഷൻ എന്ന ചാപ്റ്റർ ആണ്. KH എന്റെ പേരല്ല, ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് KH വാല്യൂമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യം നിങ്ങൾ ആൻസർ ചെയ്യണം. KHയുമായി ബന്ധപ്പെട്ട ചോദ്യം, ഹെൻറീസ് ലോയുമായി ബന്ധപ്പെട്ട ചോദ്യമൊക്കെ നിങ്ങൾക്ക് സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിൽ നിങ്ങൾക്ക് ഈ വരുന്ന ജനുവരി 24-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന JEE മെയിൻസ് എക്സാമിലും നിങ്ങൾക്ക് ഹെൻറീസ് ലോയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി സാധിച്ചാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യുമോ അതേപോലെ നിങ്ങളൊന്ന് ആൻസർ ചെയ്യും. സോ നോക്കേ, ഫോർ എ സൊല്യൂഷൻ ഓഫ് ഗ്യാസസ് A, B, C, D 4 ഗ്യാസ് ഉണ്ട്. A എന്നുള്ള ഗ്യാസിന്റെ സൊല്യൂഷൻ ഉണ്ട്, B എന്നുള്ള ഗ്യാസിന്റെ സൊല്യൂഷൻ ഉണ്ട്, C എന്നുള്ള ഗ്യാസിന്റെ സൊല്യൂഷൻ ഉണ്ട്, D എന്നുള്ള ഗ്യാസ് 4 ഗ്യാസ് സൊല്യൂഷൻ ഉണ്ട്. ഇൻ വാട്ടർ ആണ് അറ്റ് 298 Kelvin. The values of Henry's law constant KHR, അതായത് എയുടെ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് 30.4 ആണ്. ബിയുടെ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് 2.34 ആണ്. സിയുടെ ഹെൻറീസ് കോൺസ്റ്റന്റ് 1.56 × 10⁻⁻5 ആണ്. ഡിയുടെ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് 0.513 ആണ്. ക്ലിയർലേ? സോ എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതേപോലെ പാർഷ്യൽ പ്രഷറിന്റെയും മോൾ ഫ്രാക്ഷന്റെയും ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതിൽ ആരാണ് പി എന്നും ആരാണ് എസ് എന്നും നിങ്ങൾ പറയാ.
എ ആണോ പി, ബി ആണോ പി, സി ആണോ പി, ഡി ആണോ പി? സോ എല്ലാവരും പറയാം. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? എ ബി സി ഡി നാലാളുടെ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് കെ എച്ച് വാല്യൂ തന്നിട്ടുണ്ട്, പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള ഗ്രാഫ് തന്നിട്ടുണ്ട്. സോ ആ ഗ്രാഫിനകത്തുള്ള കേവ് ആരതാന്നുള്ളത് ആരെ ഗ്രാഫ് ആണെന്ന് നിങ്ങൾ പറയാം. ക്ലിയർ അല്ലേ? സോ എല്ലാവരും പറ, എന്താണ് ഹെൻറീസ് ലോ പറയുന്നത്? ഹെൻറീസ് ലോ നിങ്ങൾ സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്, ഒരു ലിക്വിഡിനകത്ത് നിങ്ങൾ ഗ്യാസിനെ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് പ്രഷർ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക എന്നാണ് നിങ്ങൾ ഹെൻറീസ് ലോനകത്ത് പഠിച്ചത് അല്ലെ? സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് നിങ്ങൾ എന്താ പഠിച്ചേ? അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ വെൻ ടെമ്പറേച്ചർ റിമെയിൻസ് സെയിം, ടെമ്പറേച്ചർ സെയിം ആകുന്ന സമയത്ത് സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ അപ്ലൈഡ്. ടെമ്പറേച്ചർ സെയിം ആകുന്ന സമയത്ത്, ടെമ്പറേച്ചർ ഫിക്സ്ഡ് ആകുന്ന സമയത്ത് സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രഷർ കൂടുമ്പോൾ സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് കൂടും, പ്രഷർ കുറയുമ്പോൾ സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് കുറയും. സോ പ്രഷറും സോളിബിലിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പി പ്രൊപ്പോർഷണൽ ടു സോളിബിലിറ്റി, പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സോളിബിലിറ്റി. Solubility is expressed in terms of mole fraction. Solubility na mole fraction term express ചെയ്താൽ pressure P proportional to mole fraction of gas. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ കോൺസ്റ്റന്റ് ആണ് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് കെ എച്ച്. സോ പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു കൈ ഗ്യാസ്, പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു കൈ ഗ്യാസ്. ഇതാണ് ഹെൻറീസ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? കെ എച്ച് എന്ന് പറഞ്ഞാൽ, കെ എച്ച് എന്ന് പറഞ്ഞാൽ, കെ എച്ച് എന്ന് പറഞ്ഞാൽ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കെ എച്ച് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ നാച്ചർ ഓഫ് ഗ്യാസ്. കെ എച്ച് വാല്യൂ നാച്ചർ ഓഫ് ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചർ കൂടുമ്പോൾ കെ എച്ച് വാല്യൂ കൂടും, കെ എച്ച് വാല്യൂ കൂടുമ്പോൾ സോളിബിലിറ്റി കുറയും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? നമുക്ക് ഈ ഗ്രാഫിൽ പി ആരാണ് എസ് ആരാണെന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ നോക്കടാ, ഈ ഗ്രാഫിനകത്ത് ഞാൻ മോൾ ഫ്രാക്ഷനാ കോൺസ്റ്റന്റ് ആക്കി എടുക്കുന്നത്. മോൾ ഫ്രാക്ഷൻ എന്താക്കി എടുക്കുന്നത്? കോൺസ്റ്റന്റ് ആക്കി എടുക്കുന്നത്. മോൾ ഫ്രാക്ഷനെ ഞാൻ കോൺസ്റ്റന്റ് ആക്കി എടുത്ത് നോക്കടാ. മോൾ ഫ്രാക്ഷൻ എക്സ് ആക്സിസ് ഉള്ള മോൾ ഫ്രാക്ഷനാ ഞാൻ കോൺസ്റ്റന്റ് ആക്കി എടുത്ത്. എടാ മോൾ ഫ്രാക്ഷൻ കോൺസ്റ്റന്റ് ആക്കി എടുത്താൽ ഏത് ഗ്യാസിനാണോ കെ എച്ച് വാല്യൂ കൂടുതൽ ആ ഗ്യാസിന്റെ പ്രഷർ എന്തായിരിക്കും? കൂടുതൽ. അല്ലെങ്കിൽ ആരിനാണോ പ്രഷർ കൂടുതൽ അയാൾക്ക് കെ എച്ചും കൂടുതലായിരിക്കും. ക്ലിയർ അല്ലേ? സോ ഇവിടെ പ്രഷർ കൂടുതലായിരിക്കാം, പ്രഷർ കൂടുതൽ പീക്കാണ്. സോ കെ എച്ച് വാല്യൂ കൂടുതൽ പീക്കായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കെ എച്ച് വാല്യൂ ഏറ്റവും കൂടുതൽ എ എന്നുള്ള ചങ്ങായിക്കാണ്. സോ പി എന്നുള്ള ചങ്ങായി എ ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അതേപോലെ നിങ്ങൾ നോക്കടാ, പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു കൈ ഗ്യാസ്. ഇവിടെ മോൾ ഫ്രാക്ഷൻ കൈ ഗ്യാസ് ഞാൻ കോൺസ്റ്റന്റ് ആക്കി എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആർക്കാണോ കെ എച്ച് വാല്യൂ കുറവ് അയാൾക്ക് പ്രഷർ കുറവായിരിക്കും, ആർക്കാണോ പ്രഷർ കുറവ് അയാൾക്ക് കെ എച്ച് വാല്യൂ കുറവായിരിക്കും. ക്ലിയർ അല്ലേ? സോ ഇവിടെ നോക്കി, എസിൻ്റെ അല്ലേ പ്രഷർ കുറവ് എസിനാണ്. സോ കെ എച്ച് വാല്യൂ കുറവും എസിനായിരിക്കും. ഇവിടെ കെ എച്ച് വാല്യൂ ഏറ്റവും കുറവ് 1.56 ഇൻറ്റു 10⁻⁵ ആണ്. അത് സി എന്നുള്ള ചങ്ങായി ആണ്. സോ എസ് എന്നുള്ള ചങ്ങായി സി ആയിരിക്കും. സോ പി എ ആണ്, എസ് സി ആണ്. സോ എ ടു സി, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? റെഡി. നിന്റെ സമയം ശരിയല്ല. ചാറ്റ് ബോക്സിൽ ആരെ സമയം ശരിയില്ലാത്ത? ക്ലിയർ അല്ലേ? നല്ല പോലെ ലൈവിനകത്ത് പഠിച്ച് നല്ല പോലെ പ്രിപ്പയർ ചെയ്ത് JEE എക്സാമിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല സമയം അങ്ങ് വരും. ക്ലിയർ അല്ലേ? റെഡി. സോ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തോ. ഇതും സൊല്യൂഷൻ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, എന്താണ് അസിയോട്രോപിക് മിക്സ്ചർ, എന്താണ് കോൺസെൻട്രേഷൻ ടേമിന്റെ ഇക്വേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന മറ്റൊരു ചോദ്യമാണിത്. സൊല്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യം. ക്ലിയർ ആണേ? സൊല്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യം നിങ്ങൾക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്ററുകളാണ് സൊല്യൂഷനും ഇലക്ട്രോ കെമിസ്ട്രിയും കെമിക്കൽ കൈനറ്റിക്സും ഒക്കെ. സോ വളരെ കൃത്യമായിട്ട് പഠിക്കാം. പണ്ടൊക്കെ സോളിഡ് സ്റ്റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഒക്കെ ഒഴിവാക്കി, സർഫസ് കെമിസ്ട്രി ഒക്കെ ഒഴിവാക്കി. സോ ഇത്തരം ചാപ്റ്ററുകളിൽ നിന്ന് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഒക്കെ ഒഴിവാക്കി. സോ ഇത്തരം ചാപ്റ്ററുകളിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സോ നിങ്ങളെ ആൻസർ പറയാം. എന്താ ക്വസ്റ്റ്യൻ? Evaluate the following statements for this correctness. ആരൊക്കെയാണ് കറക്റ്റ്? ചൂസ് ദ കറക്റ്റ് ആൻസർ. ആരൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് A, B, C, D,
ഇ നിങ്ങൾക്ക് 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ ബി സി ഡി 5 ഓപ്ഷനുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോറി 5 സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ 5 സ്റ്റേറ്റ്മെന്റുകൾക്കകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരി എന്നാണ് നിങ്ങൾ ചോദിച്ചത്. എന്താടാ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നേ, എന്താടാ എ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നേ? എല്ലാരും നോക്ക് സ്റ്റേറ്റ്മെന്റ് എ, എല്ലാരും നോക്ക്. ദ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. എന്താ ചോദിച്ചത്? The elevation in boiling point, temperature of water will be same for 0.1 molar NaCl and 0.1 molar urea. എന്താ പറയുന്നത്? 0.1 മോളാർ NaCl-ന്റെയും 0.1 മോളാർ യൂറിയയുടെയും എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് സെയിം ആണെന്നാണ് പറയുന്നത്. എന്താടാ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഇക്വേഷൻ പഠിച്ചല്ലേ? ഒരു പ്യുവർ സോൾവെന്റിലേക്ക് നിങ്ങൾ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത്, when a non-volatile solute is added to a pure solvent, its boiling point increases. ക്ലിയർല്ലേ? ഒരു പ്യുവർ സോൾവെന്റിലേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടും. സോ എലിവേറ്റ് ചെയ്യുന്ന ബോയിലിംഗ് പോയിന്റ്, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി is equal to I into KB into molality ആണ്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി is equal to I into KB into molality ആണ്. I വാൻ ഹോഫ് ഫാക്ടർ ആണ്, KB മൊളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് ആണ്, M കോൺസെൻട്രേഷൻ ആണ്. അറിയാലോ? അറിയാം. നിങ്ങൾ നോക്കടാ, ഇവിടെ നോക്കടാ, വാട്ടർ ആണ്. സോ രണ്ടിലും സോൾവെന്റ് സെയിം ആണ്. സോൾവെന്റ് വാട്ടർ ആണ്. രണ്ട് സൊല്യൂഷന്റെയും, അതായത് 0.1 മോളാർ NaOH സൊല്യൂഷൻ NaCl സൊല്യൂഷന്റെയും 0.1 മോളാർ യൂറിയ സൊല്യൂഷനും രണ്ടിന്റെയും സോൾവെന്റ് വാട്ടർ ആണ്. സോൾവെന്റ് സെയിം ആണെങ്കിൽ KB വാല്യൂം സെയിം ആയിരിക്കും. എടാ വാട്ടറിന്റെ KB വാല്യൂ എത്രയാ? 0.52 കെൽവിൻ കിലോഗ്രാം മോൾ ഇൻവേഴ്സ് അല്ലെങ്കിൽ കെൽവിൻ മൊളാൽ ഇൻവേഴ്സ് ആണ് വരിക. ക്ലിയർ അല്ലേ? സോ രണ്ടിന്റെയും KB വാല്യൂ സെയിം ആയിരിക്കും. സോ KB കോൺസ്റ്റന്റ് ആണ്. 0.1 മോളാർ അക്വസ് NaCl സൊല്യൂഷനകത്തും 0.1 മോളാർ അക്വസ് യൂറിയ സൊല്യൂഷനകത്തും സോൾവെന്റ് വാട്ടർ ആണ്. KB സെയിം ആയിരിക്കും. രണ്ടിന്റെയും കോൺസെൻട്രേഷൻ ഇവിടെ സെയിം ആ തന്നത്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി ബി ആരെയാ ഡിപ്പെൻഡ് ചെയ്യുക? ഡെൽറ്റ ടി ബി is equal to I into KB into മൊളാലിറ്റി ആണ്. KBയും മൊളാലിറ്റിയും സെയിം ആണെങ്കിൽ ഡെൽറ്റ ടി ഡിപ്പെൻഡ് ചെയ്യുക I ആണ്, വാൻ ഹോഫ് ഫാക്ടറിനാണ്. സോ ഡെൽറ്റ ടി ബി പ്രൊപ്പോർഷണൽ ടു I ആണ്. ക്ലിയർ അല്ലേ? സോ ആർക്കാണോ I വാല്യൂ കൂടുതൽ അയാൾക്ക് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി കൂടുതലായിരിക്കും. ആർക്കാണോ I വാല്യൂ കുറവ് അയാൾക്ക് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി കുറവായിരിക്കും. രണ്ടാളുകൾക്ക് I വാല്യൂ സെയിം ആണെങ്കിൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി സെയിം ആയിരിക്കും. സോ നിങ്ങൾ രണ്ടാളുടെയും I കണ്ടുപിടിക്ക്, I വാല്യൂ കണ്ടുപിടിക്ക്. എടാ NaCl ഇവിടെ തന്നിട്ടുണ്ട്, യൂറിയ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ അറിയാം? യൂറിയ അസോസിയേറ്റ് ചെയ്യൂല, ഡിസോസിയേറ്റ് ചെയ്യൂല. നോ അസോസിയേഷൻ, നോ ഡിസോസിയേഷൻ. അസോസിയേഷനും ഡിസോസിയേഷനും ഇല്ലെങ്കിൽ I എത്രയാ വരിക? I1 ആണ്. നിങ്ങൾക്കറിയാം NaCl എന്ന ചങ്ങായി വാട്ടറിനകത്ത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് Na+ഉം Cl- ആയിട്ട് മാറും. So I equation എന്താ? I is equal to number of particle after dissociation or association divided by number of particle before dissociation or association ആണ്. ക്ലിയർ അല്ലേ? സോ NaCl ആഫ്റ്റർ ഡിസോസിയേഷൻ എത്ര പാർട്ടിക്കിൾ ഉണ്ട്? ഒരു Na+ഉം ഒരു Cl- രണ്ട് പാർട്ടിക്കിൾ. ബിഫോർ ഡിസോസിയേഷൻ എത്ര പാർട്ടിക്കിൾ ഉണ്ട്? NaCl എന്നുള്ള ഒരൊറ്റ പാർട്ടിക്കിളേ ഉള്ളൂ. സോ I വാല്യൂ 2 ആണ്. ക്ലിയർ അല്ലേ? സോ NaCl-ന്റെ I വാല്യൂ 2 ആണ്, യൂറിയന്റെ I വാല്യൂ 1 ആണ്. സോ രണ്ടിന്റെയും I വാല്യൂ ഡിഫറെന്റ് ആണ്. സോ ഡെൽറ്റ ടി ബിയും ഡിഫറെന്റ് ആയിരിക്കും. അതായത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡിഫറെന്റ് ആയിരിക്കും, സെയിം ആയിരിക്കൂല. സോ സെയിം ആണെന്ന് പറഞ്ഞത് തെറ്റാണ്. സോ A തെറ്റാണ്. A തെറ്റാണെങ്കിൽ ഓപ്ഷൻ C വരൂല, ഓപ്ഷൻ B വരൂല. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് B എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നോക്കാലോ. എന്താണ് B എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? Azeotropic mixtures boils without changing their composition. അസിയോട്രോപിക് മിക്സ്ചർ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യാതെയാണ് ബോയിൽ ചെയ്യുക എന്നാണ് പറഞ്ഞത്. എടാ അസിയോട്രോപിക് മിക്സ്ചർ എന്താണെന്നും അസിയോട്രോപിക് മിക്സ്ചറിന്റെ പ്രോപ്പർട്ടികൾ എന്താണെന്നും അസിയോട്രോപിക് മിക്സ്ചറിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നും പഠിച്ച ആൾക്കാരല്ലേ നിങ്ങൾ? എന്താണ് അസിയോട്രോപിക് മിക്സ്ചർ? ദേ ആർ കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചേഴ്സ്. They distills അല്ലെങ്കിൽ they boils without change in composition. They cannot separated by fractional distillation.
ക്ലിയർ അല്ലേ? പോയിന്റുകൾ പഠിച്ചല്ലേ? സോ അസിയോട്രോപിക് മിക്സ്ചർ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യാതെയാണ് ഡിസ്റ്റിൽ ചെയ്യുക അല്ലെങ്കിൽ ബോയിൽ ചെയ്യുക. സോ ദേ ഡിസ്റ്റിൽസ് അല്ലെങ്കിൽ ദേ ബോയിൽസ് വിത്തൗട്ട് ചേഞ്ച് ഇൻ കോമ്പോസിഷൻ ആണ്. ബിക്കോസ് ദേ അവരുടെ ബോയിലിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അവർ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യാതെയാണ് ബോയിൽ ചെയ്യുക, ഡിസ്റ്റിൽ ചെയ്യുക. സോ ബി ശരിയാണ്. ഇനി സി നോക്കടാ. ഓസ്മോസിസ് ഓൾവേസ് ടേക്സ് പ്ലേസ് ഫ്രം ഹൈപ്പർടോണിക് ടു ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ഹൈപ്പർടോണിക്കിൽ നിന്ന് ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിലേക്കാണ് ഓസ്മോസിസ് നടക്കുക എന്നാണ് പറയുന്നത്. എടാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൃത്യവും വ്യക്തമായിട്ട് പഠിച്ചു പോണേ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആയിക്കോട്ടെ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആയിക്കോട്ടെ, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആയിക്കോട്ടെ, ഓസ്മോട്ടിക് പ്രഷർ ആയിക്കോട്ടെ, കൃത്യമായിട്ട് പഠിക്കണം. എന്താടാ ഓസ്മോസിസ് എന്ന് പറഞ്ഞാല്? എന്താടാ ഓസ്മോസിസ് എന്ന് പറഞ്ഞാല്? ദ പ്രോസസ് ഓഫ് മൂവ്മെന്റ് ഓഫ് solvent from lesser concentration to higher concentration through a semi-permeable membrane. ഒരു സെമി പെർമബിൾ മെംബ്രെയിനിലൂടെ ലെസർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്ക് സോൾവെന്റ് മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നിങ്ങൾ ഓസ്മോസിസ് എന്ന് പറയുക. ക്ലിയർ അല്ലേ? കോൺസെൻട്രേഷൻ കുറഞ്ഞ സൊല്യൂഷനിൽ നിന്ന് കോൺസെൻട്രേഷൻ കൂടിയ സൊല്യൂഷനിലേക്ക് സെമി പെർമബിൾ മെംബ്രെയിനിലൂടെ സോൾവെന്റ് മോളിക്യൂൾ മൂവ് ചെയ്യുന്നത്. സോ കോൺസെൻട്രേഷൻ കുറഞ്ഞ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആണ്. കോൺസെൻട്രേഷൻ കൂടിയ സൊല്യൂഷൻ ഹൈപ്പർടോണിക് ആണ്. സോ ഹൈപ്പോ ടു ഹൈപ്പർ ആണ് വരിക, ഹൈപ്പർ ടു ഹൈപ്പോ അല്ല. സോ സി തെറ്റാണ്. ഇനി ഡി നോക്കടാ. ഡി നോക്ക്. ദ ഡെൻസിറ്റി ഓഫ് 32% sulfuric acid solution having molarity 4.09 molar is approximately 1.26 gram. അതായത് 32% സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷന്റെ മൊളാരിറ്റി 4.9 ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി അപ്രോക്സിമേറ്റ്ലി 1.26 ആണ്. ആണോ? ആണോ? എന്താടാ മൊളാരിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. മൊളാരിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. എന്താണ് ആ മൊളാരിറ്റിയും പെർസെൻറ്റേജും തമ്മിലുള്ള റിലേഷൻഷിപ്പ്? നിങ്ങൾ കോൺസെൻട്രേഷൻ ടേമുകൾ പഠിച്ചല്ലേ? മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, നോർമാലിറ്റി, മാസ് പെർസെൻറ്റേജ്, പെർസെൻറ്റേജ് ബൈ മാസ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, പാർട്സ് പെർ ബില്യൺ ഒക്കെ പഠിച്ച നിങ്ങൾ. സോ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ പഠിച്ചതായിരിക്കും. സോ മൊളാരിറ്റിയും പെർസെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി എങ്ങനെ കാണുക? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഇൻറ്റു 10. മൊളാരിറ്റി എത്രയാ? ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട് 4.09 ആണ്. മോളിക്കുലാർ മാസ് സൾഫ്യൂരിക് ആസിഡ് ആണ് 98 ആണ്. ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് 32 ആണ് ഇൻറ്റു 10. ഇത് ചെയ്താൽ നിങ്ങൾക്ക് 1.26 തന്നെയാണ് കിട്ടുക. സോ ഡി ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് ഡി ശരിയാണ്. ബിയും ശരിയാണ്, ഡിയും ശരിയാണ്. ബിയും ശരിയാണ്, ഡിയും ശരിയാണ്. ഇനി സ്റ്റേറ്റ്മെന്റ് ഇ നോക്കി. ആക്ച്വലി ഈ സ്റ്റേറ്റ്മെന്റ് ഇ എന്നത് സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്. സർഫസ് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് സ്റ്റേറ്റ്മെന്റ് ഇയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സർഫസ് കെമിസ്ട്രി നിങ്ങൾക്കില്ല, എന്നാൽ നിങ്ങൾ ഇന്ന് ജസ്റ്റ് നോക്കുക. എ നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾ ഈസ് ഒബ്റ്റെയിൻഡ് when KI സൊല്യൂഷൻ ഈസ് ആഡഡ് ടു സിൽവർ നൈട്രേറ്റ്. KI സൊല്യൂഷനാ നിങ്ങൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലേക്ക് എഴുതിയാൽ AgI ഫോം ചെയ്യും. അത് AgI കോമൺ അയോൺ ആയിട്ടുള്ള Ag നിങ്ങൾ നോക്കണം. KI പൊട്ടാസ്യം അയോഡൈഡ്, AgNO3 എക്സസ് സിൽവർ നൈട്രേറ്റ് AgNO3 റിയാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പോസിറ്റീവ് ചാർജുള്ള സോളാണ് കിട്ടുക, നെഗറ്റീവ് ചാർജുള്ള സോളല്ല കിട്ടുക. അത് സർഫസ് കെമിസ്ട്രിയാണ്, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾ ബിയും ഡിയും മാത്രം നോക്കിയാൽ മതി. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സർഫസ് കെമിസ്ട്രി നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ടുണ്ട്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഒഴിവാക്കിയിട്ടുണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സോ ബാക്കി പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ടൈട്രേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ടൈട്രേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കണ്ടക്ടോമെട്രിക് ടൈട്രേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സോ എല്ലാവരും ആൻസർ പറയണം. ഗ്രാഫ് കണ്ടയുടൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത കുട്ടികളാണെങ്കിൽ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും തമ്മിലുള്ള ടൈട്രേഷൻ, സ്ട്രോങ് ആസിഡും വീക്ക് ബേസും തമ്മിലുള്ള ടൈട്രേഷൻ, വീക്ക് ആസിഡും സ്ട്രോങ് ബേസും തമ്മിലുള്ള ടൈട്രേഷൻ. സോ ടൈട്രേഷന്റെ ഓരോ ടൈട്രേഷന്റെയും കണ്ടക്ടോമെട്രിക് ടൈട്രേഷന്റെ കേർവ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ടിക്ക് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോകെമിസ്ട്രിയുടെ കോൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. ബൈഹാർട്ട് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഇലക്ട്രോകെമിസ്ട്രിയുടെ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി പോയാൽ മതി.
നിങ്ങൾ നോക്കടാ, ചൂസ് ദ കറക്റ്റ് റെപ്രസെന്റേഷൻ. ചൂസ് ദ കറക്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ. കണ്ടക്ടോമെട്രിക് ടൈട്രേഷന്റെ കറക്റ്റ് റെപ്രസെന്റേഷൻ ആണ് ചോദിച്ചത്. ഓഫ് ബെൻസോയിക് ആസിഡ് വേഴ്സ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ആര് തമ്മിലുള്ള ടൈട്രേഷനാ? ബെൻസോയിക് ആസിഡ് C6H5COH ബെൻസോയിക് ആസിഡും NaOH സോഡിയം ഹൈഡ്രോക്സൈഡും. ആരാടാ ബെൻസോയിക് ആസിഡ്? ബെൻസോയിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആടാ. ആരാടാ സോഡിയം ഹൈഡ്രോക്സൈഡ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു സ്ട്രോങ് ബേസ് ആടാ. സോ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ആണ്. ക്ലിയർലേ. സോ നിങ്ങൾ നോക്കടാ, ആദ്യം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക ബെൻസോയിക് ആസിഡ് ആണ്. ടൈട്രേഷൻ ഓഫ് ബെൻസോയിക് ആസിഡ്. സോ ബെൻസോയിക് ആസിഡ് എന്താ ആസിഡാടാ? വീക്ക് ആസിഡ് ആണ്. ദാറ്റ് മീൻസ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്തായിരിക്കും? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കുറവായിരിക്കും. ബെൻസോയിക് ആസിഡ് വീക്ക് ആസിഡ് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കുറവായിരിക്കും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കുറഞ്ഞാൽ നമ്പർ ഓഫ് അയോൺസ് എന്തായിരിക്കും? നമ്പർ ഓഫ് അയോൺസ് കുറവായിരിക്കും. നമ്പർ ഓഫ് അയോൺസ് കുറവാണെങ്കിൽ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. സോ ബെൻസോയിക് ആസിഡിന്റെ കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. ക്ലിയർലേ. നിങ്ങൾ നോക്കടാ, ബെൻസോയിക് ആസിഡ് ഫസ്റ്റ് കണ്ടക്ടിവിറ്റി കുറവാണ്. അപ്പൊ ഇതെന്തായാലും വരൂല. ഫസ്റ്റ് കണ്ടക്ടിവിറ്റി കുറവാണ്. സോ ഫസ്റ്റ് കണ്ടക്ടിവിറ്റി കുറവ്. ക്ലിയർലേ. ഇനി നിങ്ങൾ നോക്കടാ, ആ ബെൻസോയിക് ആസിഡ് വീക്ക് ആസിഡ് ആണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കുറവായിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് അയോണൈസ് ചെയ്യൂല, പക്ഷെ പാർഷ്യലി അയോണൈസ് ചെയ്യും. സോ കുറച്ച് H+ അവിടെ ഉണ്ടാവും അല്ലെ. കുറച്ച് അയോണൈസ് ചെയ്യും, പാർഷ്യലി അയോണൈസ് ചെയ്യും. സോ കുറച്ച് H+ അവിടെ ഉണ്ടാവും. ആ കുറച്ച് H+ലേക്ക് നിങ്ങൾ NaOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ H+ OH മൈനസിനോട് വാട്ടർ ആയിട്ട് പോവും, പകരം Na+ വരും. ക്ലിയർലേ. സോ CH3COOH C6H5COOH ബെൻസോയിക് ആസിഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്, വീക്ക് ആസിഡ് ആണ്. അത് പാർഷ്യലി അയോണൈസ് ചെയ്യൂ. സോ കുറച്ച് എമൗണ്ട് H+ ഉണ്ടാവും. അതിലേക്ക് NaOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ H+ OH മൈനസ് വാട്ടർ ആയിട്ട് കൊണ്ടുപോകും, പകരം Na+ വരും. സോ H+ പോയിട്ട് Na+ വരും. എടാ H+ന്റെ അയോണിക് മൊബിലിറ്റിയേക്കാൾ കുറവാണ് Na+ന്റെ അയോണിക് മൊബിലിറ്റി. Na+ന്റെ അയോണിക് മൊബിലിറ്റി H+ന്റെ അയോണിക് മൊബിലിറ്റിയേക്കാൾ കുറവാണ്. സോ കണ്ടക്ടിവിറ്റി കുറയും. സോ കണ്ടക്ടിവിറ്റി അഗെയിൻ കുറഞ്ഞ്. നിങ്ങൾ ഓപ്ഷൻ ബി നോക്കടാ. ക്വസ്റ്റ്യൻ ബി നോക്ക്, ബി ഗേവ് നോക്ക്. കണ്ടക്ടിവിറ്റി കുറഞ്ഞ്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? അഗെയിൻ NaOH നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസോൾവ് ആകാത്ത അൺഡിസോൾവ് ആയിട്ടുള്ള ബെൻസോയിക് ആസിഡ് എന്തായിട്ട് മാറും? സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ് ആയിട്ട് മാറും. സോഡിയം സാൾട്ട് നോക്കടാ, CH3COH വീക്ക് ആസിഡ് അല്ലേ. സോ കംപ്ലീറ്റ് ആയിട്ട് അയോണൈസ് ചെയ്യൂലോ. സോ ബാക്കിയുള്ള അയോണൈസ് ചെയ്യാത്ത ബെൻസോയിക് ആസിഡിലേക്ക് നിങ്ങൾ NaOH ആഡ് ചെയ്താൽ അത് സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ് ആയിട്ട് മാറും. സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അത് കംപ്ലീറ്റ് അയോണൈസ് ചെയ്യും. സോ നമ്പർ ഓഫ് അയോൺസ് കൂടും. സോ കണ്ടക്ടിവിറ്റി കൂടും. സോ ആദ്യം കുറഞ്ഞ് പിന്നെ കൂടി. സോ എല്ലാ ബെൻസോയിക് ആസിഡും അയോണൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ NaOH എന്തായിട്ട് മാറും? Na+ഉം OH മൈനസ് ആയിട്ട് മാറും. OH മൈനസിന്റെ മൊബിലിറ്റി കൂടുതലാണ്, കണ്ടക്ടിവിറ്റി കൂടുതലാണ്. സോ കണ്ടക്ടിവിറ്റി പിന്നെ ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യും. ദെൻ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സോ ഒന്നുകിൽ നിങ്ങൾ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസിന്റെയും വീക്ക് ആസിഡ് സ്ട്രോങ് ബേസിന്റെയും കണ്ടക്ടോമെട്രിക് ടൈട്രേഷന്റെ ഗ്രാഫ് പഠിച്ചു പോവുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾ ഉപയോഗിച്ച് നിങ്ങൾ ആൻസർ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തിയറി നല്ലപോലെ മനസ്സിലാക്കി വെക്കണം. സോ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തിയറി മനസ്സിലായെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളെല്ലാവരും നോക്ക്. ഇലക്ട്രോ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഈ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അബ്ദു ആൻസർ പറയുന്നുണ്ട്. ഓപ്ഷൻ ബി ആണെന്നാണ് അബ്ദു പറയുന്നത്. സോ അബ്ദു പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ബാക്കിയുള്ള ആളുകൾ ചെക്ക് ചെയ്തിട്ട് അബ്ദുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയാം. ക്ലിയർല്ലേ? സോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. The reaction of H2 gas plus
AgCl solid gives H plus Cl minus plus Ag. So AgCl Agയുടെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്, Ag 0 ആണ്. സോ +1 നിന്ന് 0 ഓക്സിഡേഷൻ നമ്പർ കുറയുന്നുണ്ട്, റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. സോ AgCl Ag ആയിട്ട് മാറുന്നതാണ് റിഡക്ഷൻ. H2 ഹാഫ് H2 എന്താണ്? ഫ്രീ സ്റ്റേറ്റ് ആണ്. ഫ്രീ സ്റ്റേറ്റിൽ എലമെന്റൽ സ്റ്റേറ്റിൽ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. H പ്ലസിൽ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. സോ 0 നിന്ന് +1 ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. സോ H2 H+ ആയിട്ട് മാറുന്നത് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ആണ്. AgCl Ag ആയിട്ട് മാറുന്നത് റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ ആണ്. നിങ്ങൾക്കറിയാം സിൽവറിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലി ഹൈഡ്രജനേക്കാൾ കൂടുതലാണ്. സോ സിൽവറിന് റിഡക്ഷൻ മാത്രമേ നടക്കൂ. ക്ലിയർലേ സോ AgCl Ag ആയിട്ട് മാറുന്നത് റിഡക്ഷൻ, H2 H+ ആയിട്ട് മാറുന്നത് ഓക്സിഡേഷൻ. നിങ്ങൾ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്യണം. ആരാണ് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ? H2 H+ ആയിട്ട് മാറുന്നതാണ് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ. നോക്കടാ, ഓപ്ഷൻ എ നോക്കി, H2 KCl ആയിട്ട് മാറുന്നു. KCl H+ ഉണ്ടോ? ഇല്ല. സോ H2 H+ ആകുന്നില്ല. ഓപ്ഷൻ ബി നോക്കി, H2 bar HCl. സോ H2 H+ ആണ്. HCl എന്ന് പറഞ്ഞാൽ ആരാടാ? HCl എന്ന് പറഞ്ഞാൽ H+ ആ. സോ H2 bar H+, HCl എന്ന് പറഞ്ഞാൽ H2 bar H+, H2 H+ ആയിട്ട് മാറുന്നത് ഓക്സിഡേഷൻ നടക്കുന്നത്. ഇനി സെക്കൻഡ് ഹാഫ് ഏതാ? റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. ഇവിടെ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എന്താ? AgCl Ag ആയിട്ട് മാറുന്നു. സോ ഇവിടെ AgCl Ag ആയിട്ട് മാറുന്നു. സോ ആദ്യം H2 HCl ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ H2 H+ ആയിട്ട് മാറുന്നത് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ. ദെൻ AgCl Ag ആയിട്ട് മാറുന്നത് റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് റെപ്രസെന്റേഷൻ. ഏതാ കറക്റ്റ് റെപ്രസെന്റേഷൻ? ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് റെപ്രസെന്റേഷൻ. സോ ഗാൽവനിക് സെല്ലൊക്കെ നിങ്ങൾ പണ്ടേ പഠിച്ചതാണ്, തറവാണ്, സെറ്റാണ്, ഓക്കെയാണ്, റെഡിയാണ്. സോ നിങ്ങൾക്ക് ഇതേപോലെ ആൻസർ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും നോക്ക്. ഇത് നിങ്ങളെ കെമിക്കൽ കൈനറ്റിക്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഏതാ ചാപ്റ്റർ? കെമിക്കൽ കൈനറ്റിക്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സോ എല്ലാവരും ആൻസർ ചെയ്യാം. ഓർഡറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, എല്ലാവരും ആൻസർ ചെയ്യാം. A student has studied the decomposition of a gas AB3 at 25 degrees Celsius. He obtained the following data. So pressure 50 ആകുന്ന സമയത്ത് ഹാഫ് ലൈഫ് T half 4 ആണ്. ഇനീഷ്യൽ പ്രഷർ 100 ആകുമ്പോൾ ഹാഫ് ലൈഫ് 2 ആണ്. ഇനീഷ്യൽ പ്രഷർ 200 ആകുമ്പോൾ ഹാഫ് ലൈഫ് 1 ആണ്. ഇനീഷ്യൽ പ്രഷർ 400 ആകുമ്പോൾ ഹാഫ് ലൈഫ് 0.5 ആണ്. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ ഈസ്, അങ്ങനെയാണെങ്കിൽ റിയാക്ഷന്റെ ഓർഡറാണ് ചോദിച്ചത്. എടാ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചേക്ക്, നഷ്ടമൊന്നുമില്ലല്ലോ. ഒരു ഇക്വേഷൻ പഠിക്കുന്നതിനെ കൊണ്ട് വ്യക്തിപരമായിട്ട് നഷ്ടമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് 2 ഡിഫറെന്റ് ഇനീഷ്യൽ കോൺസെൻട്രേഷനും എന്താണ്? 2 ഡിഫറെന്റ് ഇനീഷ്യൽ കോൺസെൻട്രേഷനും ആ 2 ഡിഫറെന്റ് ഇനീഷ്യൽ കോൺസെൻട്രേഷനകത്തുള്ള ഹാഫ് ലൈഫ് നിങ്ങൾക്ക് തന്നാൽ, അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A0 1 ആകുമ്പോൾ ഹാഫ് ലൈഫ് T half 1 ആണെന്ന് വിചാരിക്കും. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A0 2 ആണെങ്കിൽ ഹാഫ് ലൈഫ് T half 2 ആണെന്ന് വിചാരിക്കും. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A0 1 ആകുമ്പോൾ ഹാഫ് ലൈഫ് T half 1 ആണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A0 2 ആകുമ്പോൾ ഹാഫ് ലൈഫ് T half 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഓർഡർ കാണുന്ന ഇക്വേഷൻ എന്താ? ഓർഡർ N ഈസ് ഈക്വൽ ടു 1 പ്ലസ് ലോഗ് T half 2 ഡിവൈഡ് ബൈ T half 1 ഡിവൈഡ് ബൈ ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ഇവിടെ പ്രഷർ ആണ്, ഇവിടെ ഇനീഷ്യൽ പ്രഷർ ഓഫ് 1 ഡിവൈഡ് ബൈ ഇനീഷ്യൽ പ്രഷർ ഓഫ് 2. ഇതാണ് ഇക്വേഷൻ വരിക, ഓർഡർ കാണുന്ന ഇക്വേഷൻ. ക്ലിയർലേ? 2 ഡിഫറെന്റ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ 2 ഡിഫറെന്റ് പ്രഷറിലുള്ള ഹാഫ് ലൈഫ് തന്നാൽ നിങ്ങൾ എന്ത് കാണേണ്ടത്? ഓർഡർ കാണേണ്ട ഇക്വേഷൻ ആണിത്. സോ N ഈസ് ഈക്വൽ ടു 1 പ്ലസ് ലോഗ് രണ്ടാമത്തെ ഹാഫ് ലൈഫ് എത്രയാ നോക്കണം. ഇവിടെ ഞാൻ ഇനീഷ്യൽ പ്രഷർ 50 ആകുമ്പോൾ ഹാഫ് ലൈഫ് 2 ആണ്. ഇനീഷ്യൽ പ്രഷർ 100 ആകുമ്പോൾ ഇനീഷ്യൽ പ്രഷർ 50 ആകുമ്പോൾ ഹാഫ് ലൈഫ് 4 ആണ്. ഇനീഷ്യൽ പ്രഷർ 100 ആകുമ്പോൾ ഹാഫ് ലൈഫ് 2 ആണ്. ക്ലിയർലേ? സോ രണ്ടാമത്തെ ഹാഫ് ലൈഫ് ഞാൻ 2 ആക്കി എടുത്ത്, ഒന്നാമത്തെ ഹാഫ് ലൈഫ് 4 ആക്കി എടുത്ത്, ഡിവൈഡ് ബൈ ലോഗ് ഒന്നാമത്തെ പ്രഷർ 50 ഡിവൈഡ് ബൈ രണ്ടാമത്തെ പ്രഷർ 100. ക്ലിയർലേ? 2/4 എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. 50/100 എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. ഹാഫും ലോഗ് ഹാഫും വാല്യൂ സെയിം ആയിരിക്കൂലേ? വാല്യൂ സെയിം ആണെങ്കിൽ ഡിവൈഡ് ചെയ്താൽ 1 ആണ് വരിക. സോ 1 + 1 2 is the right answer. 1 + 1 2 is the right answer. ബീസ്റ്റ് പ്രോ പഠിച്ചോ? ബീസ്റ്റ് പ്രോ ഇക്വേഷൻ പഠിച്ചോ?
ഇക്വേഷൻ പഠിച്ചില്ലേ? രണ്ട് ഡിഫറെന്റ് കോൺസെൻട്രേഷൻ അകത്തുള്ള രണ്ട് ഡിഫറെന്റ് ഹാഫ് ലൈഫ് തന്നാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A01 ആവുമ്പോൾ ഹാഫ് ലൈഫ് D12 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A02 വന്നാൽ ഹാഫ് ലൈഫ് D12 ആണെങ്കിൽ ഓർഡർ കാണുന്ന ഇക്വേഷൻ N is equal to 1 plus log T12 by T12 divided by log A01 divided by A02. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇക്വേഷൻ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ക്ലിയർ അല്ലേ? റെഡി? സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതും നിങ്ങളുടെ കെമിക്കൽ കൈനറ്റിക്സുമായി ബന്ധപ്പെട്ട ആക്ടിവേഷൻ എനർജി കാണുന്ന ഇക്വേഷൻ ആണ്. എന്ത് ക്വസ്റ്റ്യൻ? ആക്ടിവേഷൻ എനർജിയുമായി ബന്ധപ്പെട്ട അറീനിയസ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അറീനിയസ് ഇക്വേഷൻ അറിയാമെങ്കിൽ, അറീനിയസ് ഇക്വേഷന്റെ ഡിഫറെന്റ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഒന്ന് ചെയ്തു നോക്ക്, എല്ലാവരും ഒന്ന് ചെയ്തു നോക്ക്. The rate constant എന്താണ്? The rate constant of a reaction is measured at a different temperature. Different temperature നകത്തുള്ള rate constant measure ചെയ്തിട്ടുണ്ട്. And the data are plotted in the given figure. The activation energy of the reaction in kilojoule per mole is. എന്താ ചോദ്യം? LNK യും 10⁻³ യും തമ്മിലുള്ള ഗ്രാഫ് തന്നിട്ടുണ്ട്. LNK യും 10⁻³ യും തമ്മിലുള്ള ഗ്രാഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആക്ടിവേഷൻ എനർജിയുടെ വാല്യൂ കിലോ ജൂൾ പെർ മോളില് എത്രയാണെന്നാണ് ചോദ്യം. എടാ, ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ ഏത് ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുക? അത് അറീനിയസ് ഇക്വേഷൻ ആണ്. ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ അറീനിയസ് ഇക്വേഷൻ ഉപയോഗിക്കുക. എന്താണ് അറീനിയസ് ഇക്വേഷൻ? K is equal to AE raised to minus EA by RT ആണ് അറീനിയസ് ഇക്വേഷൻ. രണ്ട് ഭാഗത്തും നിങ്ങൾ ln കൊടുക്ക്. K is equal to AE raised to minus EA by RT ആണെങ്കിൽ ln K is equal to ln A minus EA by RT. ln K is equal to ln A minus EA by RT. ക്ലിയർ അല്ലേ? സോ EA by RT എന്നുള്ള ഭാഗത്തിൽ നിങ്ങൾ 10⁻³ കൊണ്ട് ഗുണിക്കുക, 10⁻³ കൊണ്ട് ഹരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്ത് വരും? ln K is equal to ln A minus EA divided by 10⁻³ R into 10⁻³ by T എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഒന്നുമില്ല. അറീനിയസ് ഇക്വേഷൻ K is equal to AE raised to minus EA by RT ആണ്. നിങ്ങൾ ln കൊടുത്താൽ ln K is equal to ln A minus EA by RT കിട്ടും. ഈ EA by RT എന്നുള്ള ഭാഗത്ത് 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 10⁻³ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ln K is equal to ln A minus EA divided by 10⁻³ R into 10⁻³ by T കിട്ടും. സോ ഞാൻ y ആക്സിസ് ആയിട്ട് ln K കൊടുത്തു, x ആക്സിസിൽ ഞാൻ 10⁻³ by T കൊടുത്തു. y is equal to mx plus c. ഇതല്ലേ ഇക്വേഷൻ? ഇത് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. സോ എക്സിന്റെ ഭാഗമുള്ള ആളാണ് സ്ലോപ്പ്. ഇവിടെ എക്സ് ആക്സിലുള്ളത് 10⁻³ by T ആണ്. സോ എക്സിന്റെ ഒപ്പമുള്ള ആളാണ് സ്ലോപ്പ്. ഇവിടെ എക്സ് 10⁻³ by T ആണ്. സോ 10⁻³ by T ന്റെ ഒപ്പമുള്ള മൈനസ് EA divided by 10⁻³ R ആണ് സ്ലോപ്പ്. ക്ലിയർ അല്ലേ? സോ K is equal to AE raised to minus EA by RT ൽ നിങ്ങൾ ln കൊടുത്തിട്ട് നിങ്ങൾ y is equal to mx plus c എന്നുള്ള ഇക്വേഷൻ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനിലേക്ക് മാറ്റി. സോ എക്സിന്റെ ഒപ്പമുള്ള ആളാണ് സ്ലോപ്പ്. ഇവിടെ x 10⁻³ by T ആണ്. സോ 10⁻³ by T ന്റെ ഒപ്പമുള്ള മൈനസ് EA divided by 10⁻³ R ആണ് സ്ലോപ്പ്. ഇനി നിങ്ങൾ ഈ ഗ്രാഫിൽ നിങ്ങൾ ആ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഈ ഗ്രാഫിനകത്ത് ലൈനിന്റെ സ്ലോപ്പ് നിങ്ങൾ കണ്ടുപിടിക്കടാ. സ്ലോപ്പ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഈ ലൈനിന്റെ 2 പോയിന്റ് എടുക്കുക. ഞാൻ ഇവിടെയുള്ള പോയിന്റ് എടുത്താൽ, ഞാൻ ഇവിടെ റൗണ്ട് ചെയ്ത ഡോട്ട് ഇടുന്ന പോയിന്റ് എടുത്താൽ ഇവിടെ എക്സ് ആക്സിൽ 5 ആണ്, y ആക്സിൽ 0 ആണ്. ഇനി ഞാൻ മുകളിലുള്ള പോയിന്റ് എടുത്താൽ അവിടെ x 0 ആണ്, y 10 ആണ്. സോ സ്ലോപ്പ് നിങ്ങൾ മാത്തമാറ്റിക്സിൽ നിങ്ങൾ മാത്സിൽ സ്ലോപ്പ് ഒക്കെ കാണുന്ന പഠിച്ചാണ്. y2 minus y1 divided by x2 minus x1. സോ നിങ്ങൾക്ക് എത്ര കിട്ടും? 10 minus 0 divided by 0 minus 5, that is minus 10 by 5. സോ ഈ ഗ്രാഫിനകത്ത് ലൈനിന്റെ സ്ലോപ്പ് വരുന്നത് minus 10 by 5 ആണ്. സോ രണ്ട് ഇക്വേറ്റ് ചെയ്തോ. മൈനസ് EA divided by 10⁻³ R is equal to സ്ലോപ്പ് ആണ്. സ്ലോപ്പ് is equal to minus 10/5 ആണ്. സോ മൈനസും പോയി 10/5 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ EA is equal to
2r into 10 raised to 3 ആണ്. ക്ലിയർ അല്ലേ? 10 raised to 3ക്ക് വരെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? കിലോ എന്ന് കൊടുക്കാം. 1 kilo is equal to 10 raised to 3 ആണ്. സോ 10 raised to 3ക്ക് വരെ നിങ്ങൾ കിലോ കൊടുത്താൽ ആക്ടിവേഷൻ എനർജി is equal to 2r kilojoule per mole. സോ 2r ആണ് വരിക. 2r ഓപ്ഷൻ ഡി is the right answer. 2r ഓപ്ഷൻ ഡി is the right answer. ക്ലിയർ അല്ലേ? സോ അറീനിയസ് ഇക്വേഷൻ അറിയാമെങ്കിൽ, ഗ്രാഫിനകത്ത് ലൈനിന്റെ സ്ലോപ്പ് കാണുന്ന അറിയാമെങ്കിൽ ഡയറക്റ്റ് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഓക്കെ എന്നൊക്കെ പറയാം. എന്നിട്ട് നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ആവേശത്തോടെ ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി ആകെ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ എക്സാം ഉള്ളൂ. ജനുവരി 24 സോ ഇതിനുള്ള ദിവസങ്ങളൊക്കെ അടിച്ചുപൊളിയായിട്ട് പഠിക്കുക. രാവിലെ മുതൽ രാത്രി വരെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനൊക്കെ കുറച്ച് സമയം മാറ്റി വെക്കുക. ഓക്കെ, ബാക്കിയുള്ള സമയങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. ഇനി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വെറുതെ തിയറികൾ പഠിച്ചു പോവാതെ, വെറുതെ തിയറി വായിച്ച് റിവിഷൻ ചെയ്ത് പോവാതെ നിങ്ങൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഇനി നിങ്ങൾ പ്രധാനമായിട്ടും പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നിരന്തരം വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഓരോ ചാപ്റ്ററും റിവൈസ് ചെയ്ത് പോവാം. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? സിമ്പിൾ ക്വസ്റ്റ്യനാ. തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് അല്ല, ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, റിഡോക്സ് എന്തായാലും സാധ്യത കുറവാണ്. സൊല്യൂഷൻ, ഇലക്ട്രോകെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, ഇത്രയും ചാപ്റ്ററുകളിൽ നിന്ന് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. സോ കൃത്യമായിട്ട് നിങ്ങൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവാം. സോ നിങ്ങൾ നോക്കടാ, ഫോർ ഇൻഡിപെൻഡന്റ് പ്രോസസ് അറ്റ് 300 Kelvin, ടെമ്പറേച്ചർ 300 Kelvin ആണ്. ആ ഓരോ പ്രോസസ്സിന്റെയും ABCD 4 പ്രോസസ് ഉണ്ട്. ആ 4 പ്രോസസ്സിന്റെയും എൻതാൽപി ചേഞ്ച് ΔHന്റെ വാല്യൂവും എൻട്രോപ്പി ചേഞ്ച് ΔSന്റെ വാല്യൂവും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 4 പ്രോസസ് ഉണ്ട്. ABCD എന്നുള്ള 4 പ്രോസസ് ഉണ്ട്. ആ 4 പ്രോസസ്സിന്റെയും എൻതാൽപി ചേഞ്ച് ΔHും എൻട്രോപ്പി ചേഞ്ച് ΔSും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ദ നമ്പർ ഓഫ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് ഫ്രം ദി ഫോളോയിങ് ഈസ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര പ്രോസസ് ആണ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് എന്നാണ് ചോദിച്ചത്. സോ എപ്പോഴാണ് ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആവുക, എപ്പോഴാണ് ഒരു പ്രോസസ് നോൺ സ്പോണ്ടേനിയസ് ആവുക, എപ്പോഴാണ് ഒരു പ്രോസസ് ഇക്വിലിബ്രിയത്തിലാവുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗിബ്സ് എനർജി ചേഞ്ച് എന്തെന്ന്? ഗിബ്സ് എനർജി ചേഞ്ച് ΔG. ഗിബ്സ് എനർജി ചേഞ്ച് ΔG നെഗറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. ഗിബ്സ് എനർജി ചേഞ്ച് ΔG പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആണ്. ഗിബ്സ് എനർജി ചേഞ്ച് ΔG ഈക്വൽ ടു 0 ആണെങ്കിൽ ആ പ്രോസസ് ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്കറിയാം. ക്ലിയർ അല്ലേ? സോ ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ് നോൺ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ΔGയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കണം. ഒരു കെമിക്കൽ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആണെങ്കിൽ ΔG പോസിറ്റീവ് ആയിരിക്കണം. എന്താണ് ΔGയുടെ ഇക്വേഷൻ? നമുക്കറിയാം ΔG is equal to ΔH minus T ΔS ആണ്. ഗിബ്സ് എനർജി ചേഞ്ച് ΔG is equal to ΔH minus T ΔS ആണ്. ക്ലിയർ അല്ലേ? സോ ΔG അല്ലെങ്കിൽ T ΔS ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ അത് നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഈ ഒരു പോയിന്റ് വെച്ചാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഗിബ്സ് എനർജി ചേഞ്ച് ΔG which is equal to ΔH minus T ΔS ആണ്. അതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര നോൺ സ്പോണ്ടേനിയസ് ഉണ്ട് കണ്ടുപിടിക്കും. സോ ഒന്നാമത്തെ പ്രോസസ് എയിലുള്ള ΔG എത്രയാ? ΔG is equal to ഇക്വേഷൻ എന്താ? ΔG is equal to ΔH minus T ΔS. ചില വിരുദ്ധന്മാരോട് തെറ്റിപ്പോകുന്ന ഒരു ഭാഗം കൂടെ പറയാം. ഇവിടെ ΔHന്റെ വാല്യൂ കിലോ ജൂളാണ് തന്നത്, ΔSന്റെ വാല്യൂ ജൂളിലാണ് തന്നത്. അത് കൺവേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പണി പാളും. ക്ലിയർ അല്ലേ? രണ്ടും ഒന്നുകിൽ ജൂളിൽ കൊടുക്കുക, രണ്ടും കിലോ ജൂളിൽ കൊടുക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ΔH കിലോ ജൂളാണ്, ΔS ജൂളാണ്. ചില ആളുകൾ അത് ശ്രദ്ധിക്കാതെ പോകും. സോ ഞാൻ രണ്ടും ജൂളിലേക്ക് മാറ്റുകയാണ്. സോ ഇവിടെ ΔH മൈനസ് 25 ആണ്. സോ മൈനസ് 25 30 ജൂൾ, കിലോ ജൂളിനെ ജൂളിലേക്ക് മാറ്റി. മൈനസ് T 300 ആണ് ഇൻറ്റു ΔS മൈനസ് 80 ആണ്. സോ മൈനസും ഈ മൈനസും പ്ലസ് ആയിട്ട് മാറി.
അപ്പോൾ ആൻസർ എപ്പോഴും എന്തായിരിക്കും? ആൻസർ പോസിറ്റീവ്. നോക്കടാ, മൈനസ്. ശ്രദ്ധിക്കണേ, ഒന്നുകൂടി ശ്രദ്ധിച്ചോ. നിങ്ങൾ ആൻസർ ചെയ്തോ. ഡെൽറ്റ G = ഡെൽറ്റ H മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ച് നമുക്ക് കിട്ടി 25,000 മൈനസ് ടി ഇൻറ്റു ഡെൽറ്റ എസ് മൈനസ് ടി ഇൻറ്റു ഡെൽറ്റ എസ്. ഇവിടെ നോക്കടാ, ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ മൈനസ് ആണ്. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൈനസ് ആണത്. സോ ഇവിടെ മൈനസ് കൊടുക്കണം. ക്ലിയർ അല്ലേ? സോ ഇവിടെയുള്ള മൈനസും ഈ മൈനസും പ്ലസ് ആയിട്ട് മാറി. 3 × 8 24,000 ആണ്. ക്ലിയർ അല്ലേ? സോ മൈനസ് 25,000 പ്ലസ് 24,000 വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് ആയിരിക്കും. സോ ഇത് ആൻസർ വരൂല, എ വരൂല. ഇനി ബി നോക്കി. ബിയിൽ നിങ്ങൾക്ക് ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഡെൽറ്റ എസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ടി തന്നിട്ടുണ്ട്. സോ ഡെൽറ്റ G = ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ നെഗറ്റീവ് കിട്ടുക. നെഗറ്റീവ് ആണെങ്കിൽ അത് സ്പോണ്ടേനിയസ് ആണ്, അത് വരൂല. ക്ലിയർ അല്ലേ? ഇനി ഓപ്ഷൻ സി നോക്ക്. ഡെൽറ്റ G = ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. ഇവിടെ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ 25 കിലോ ജൂൾ ആണ്. അത് ജൂളിലേക്ക് മാറ്റുക. ഡെൽറ്റ എസിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്. ടെമ്പറേച്ചർ 300 തന്നിട്ടുണ്ട്. ഡെൽറ്റ G = ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് വരും, പോസിറ്റീവ് വരും. പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആണ്. സോ സി നോൺ സ്പോണ്ടേനിയസ് ആണ്. സംശയമുണ്ടോ? ഇവിടെ ഡെൽറ്റ G = ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ച് എത്രയാ? ഡെൽറ്റ എച്ച് 25 കിലോ ജൂൾ ആണ്, വിച്ച് ഈസ് ഇക്വൽ ടു 25,000 ജൂൾ ആണ്. മൈനസ് ടി 300 ആണ്. ഡെൽറ്റ എസ് മൈനസ് 50 ആണ്. സോ ഈ മൈനസ് 50 മൈനസും പ്ലസ് ആയി. സോ ടോട്ടൽ വാല്യൂ പ്ലസ് ആവും. ടോട്ടൽ വാല്യൂ പ്ലസ് ആണെങ്കിൽ ഡെൽറ്റ G പ്ലസ് ആയിരിക്കും. ഡെൽറ്റ G പ്ലസ് ആണെങ്കിൽ റിയാക്ഷൻ എന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇനി ഡി നോക്ക്. ഡെൽറ്റ എച്ച് നിങ്ങൾക്ക് 22 തന്നത്. 22 മീൻസ് 22 കിലോ ജൂൾ മീൻസ് 22,000 ജൂൾ ആണ്. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്തറിയാം? ഡെൽറ്റ G = ഡെൽറ്റ എച്ച് 22,000 മൈനസ് ടി 300 ഇൻറ്റു ഡെൽറ്റ എസ് 20. സോ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആണ്. ഡെൽറ്റ G പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആണ്. സോ ഒന്നുമില്ല, ഒന്നും ചെയ്യാനില്ല. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഡെൽറ്റ എസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ കിലോ ജൂളിനെ ജൂളിലേക്ക് മാറ്റുക. എന്നിട്ട് ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് കൊടുത്തിട്ട് ഡെൽറ്റ ജിയുടെ വാല്യൂ കാണുക. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആണ്. ഇവിടെ സിയിലും ഡിയിലും ഡെൽറ്റ ജി പോസിറ്റീവ് ആണ്. സോ നോൺ സ്പോണ്ടേനിയസ് ആണ്. സോ സിയും ഡിയും ആണ് നോൺ സ്പോണ്ടേനിയസ്. സോ 2 ആണ് ആൻസർ വരിക. ആൻസർ 2 ആണ് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇതും തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. തെർമോഡൈനാമിക്സ് നിങ്ങൾ കോൺസെപ്റ്റിലൂടെ കൃത്യമായിട്ട് പോയി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ചെയ്ത് നോക്കി പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2024 ജനുവരി 24-ാം തീയതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ചോദ്യങ്ങൾ ഓരോന്നും നിങ്ങൾ ഓൾറെഡി ചെയ്ത് ശീലിച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അത്തരത്തിൽ നിങ്ങൾക്ക് ഈ വരുന്ന JEE എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ക്ലിയർ അല്ലേ? ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. സോളിഡ് ഫ്യൂവൽ യൂസ്ഡ് ഇൻ റോക്കറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് Fe2O3 and Al in the ratio 1:2. The heat evolved per gram of the mixture is. ക്ലിയർലേ ഒരു റോക്കറ്റിനകത്ത് സോളിഡ് ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കുന്നത് Fe2O3യുടെയും AL-ന്റെയും മിക്സർ ആണ്. അതിന്റെ റേഷ്യോ 1:2 ആണ്. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവ്ഡ് പെർ ഗ്രാം ഓഫ് ദി മിക്സർ ആണ് ചോദിച്ചത്. ആദ്യം റിയാക്ഷൻ ചെയ്ത് ഇവിടെ Fe2O3 AL-യുമായിട്ട് റിയാക്ട് ചെയ്താൽ Al2O3യും Fe-യുമായിട്ട് മാറും. ഇവിടെ 2 കൊടുക്കുക, ഇവിടെ 2 കൊടുക്കുക. ക്ലിയർലേ? സോ ഈ റിയാക്ഷന്റെ എൻതാൽപ്പി നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഒരു കെമിക്കൽ റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? എൻതാൽപ്പി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കടാ. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് Al2O3യുടെയും Fe2O3യുടെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്.
Al2O3യുടെയും Fe2O3യുടെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. എടാ റിയാക്റ്റന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നിങ്ങൾക്ക് തന്നാൽ അതുപയോഗിച്ച് ആ കെമിക്കൽ റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സിഗ്മ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റന്റ്. അതായത് പ്രൊഡക്റ്റിന്റെ ടോട്ടൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷനിൽ നിന്ന് റിയാക്റ്റന്റിന്റെ ടോട്ടൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നിങ്ങൾ കുറച്ചാൽ ആ കെമിക്കൽ റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നിങ്ങൾക്ക് കിട്ടും. സോ കുറച്ചോ ആരൊക്കെയാണ് പ്രൊഡക്റ്റ് Al2O3 ഉണ്ട്, Fe ഉണ്ട്. Fe സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ആണ്. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0 ആണ്. പിന്നെ ആരാ പ്രൊഡക്റ്റിലുള്ളത്? Al2O3 ആണ്. Al2O3യുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ -1700 ആണ്. മൈനസ് ഇനി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റന്റ് Fe2O3 ഉണ്ട്, Al ഉണ്ട്. Al സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ആണ്. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ എലമെന്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0 ആണ്. സോ അത് 0 ആയി. പിന്നെ ആരാ റിയാക്റ്റന്റ് ആയിട്ടുള്ളത്? ദെൻ റിയാക്റ്റന്റ് Fe2O3 ആണ്. Fe2O3യുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട് -840 ആണ്. സോ ഇത് പ്ലസ് ആയിട്ട് മാറി. സോ ആൻസർ -860 കിട്ടും. സോ നിങ്ങൾ ഓടിപ്പോയിട്ട് 860 കൊടുക്കാൻ വേണ്ടി പാടില്ല. 860 കൊടുത്താൽ തെറ്റും. കാരണം എന്താ? ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവ്ഡ് എന്നാണോ ചോദിച്ചത്? അല്ല. ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കി. എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവ്ഡ് പെർ ഗ്രാം ഓഫ് മിക്സ്ചർ. എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവ്ഡ് പെർ ഗ്രാം ഓഫ് മിക്സ്ചർ. 1 ഗ്രാം മിക്സ്ചർ എത്ര ഹീറ്റ് ഇവോൾവ് ചെയ്യുമെന്നാണ് ചോദ്യം. ക്ലിയർലേ സോ ഇവിടെ ടോട്ടൽ എത്ര ഗ്രാം മിക്സ്ചർ ഉണ്ട്? നിങ്ങൾ റിയാക്ഷൻ നോക്കടാ. Al2O3 നോക്കടാ. Fe2O3 + 2Al ആണ്. അതായത് 1 മോൾ Fe2O3 2 മോൾ Al-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. സോ ഈ റിയാക്ഷൻ മിക്സറിനകത്ത് 1 മോൾ Fe2O3യും 2 മോൾ Al ഉണ്ട്. സോ അതിന്റെ ടോട്ടൽ മാസ് നിങ്ങൾ കൂട്ടി. റിയാക്ഷൻ മിക്സറിനകത്തിന്റെ മിക്സറിന്റെ ടോട്ടൽ മാസ് കൂടി. 1 മോൾ Fe2O3ന്റെ മാസ് എത്രയാ? 1 മോൾ Fe2O3ന്റെ മാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. സോ Fe2O3യുടെ ഗ്രാം മോളിക്കുലാർ മാസ് കാണാൻ Feയുടെയും ഓക്സിജന്റെയും ഗ്രാം അറ്റോമിക് മാസ് കൂട്ടിയാൽ മതി. Feയുടെ ഗ്രാം അറ്റോമിക് മാസ് 56 ആണ്. സോ രണ്ടെണ്ണത്തിന് ഇവിടെ Fe2 ഉണ്ട്. സോ 2 × 56 112 അത് വന്ന്. 3 ഓക്സിജൻ ഉണ്ട്. 1 ഓക്സിജന്റെ മാസ് 16 ആണ്. ഒരു ഓക്സിജന്റെ മാസ് 16 ആണ്. 3 ഓക്സിജന്റെ 48. ഇവിടെ 2 അലൂമിനിയം ഉണ്ടല്ലേ? 2 മോൾ അലൂമിനിയം ഉണ്ട്. 1 മോൾ അലൂമിനിയത്തിന്റെ മാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രാം അറ്റോമിക് മാസ് ആയിട്ടുള്ള 27 ആണ്. സോ 2 മോൾ വരുമ്പോ എത്ര വന്ന്? 40ഉം 54 വന്ന്. ക്ലിയർലേ? സോ 8 4 10 2 1 ബാക്കി 8 2 10 14 1 ബാക്കി 5 10 11 1 ബാക്കി 2 214 വരും. സോ ഇവിടെ ടോട്ടൽ എത്ര റിയാക്ഷൻ മിക്സ്ചർ ഉണ്ട്? ടോട്ടൽ റിയാക്ടിങ് മിക്സ്ചർ 214 ഗ്രാം ആണ്. സോ 214 ഗ്രാം റിയാക്ഷൻ മിക്സ്ചർ ആണ് ഈ 860 റിലീസ് ചെയ്യുന്നത്, കിലോ ജൂൾ റിലീസ് ചെയ്യുന്നത്. സോ 1 ഗ്രാം എത്ര റിലീസ് ചെയ്യുക? -860 ഡിവൈഡ് ബൈ 214 വിച്ച് ഈസ് ഈക്വൽ ടു -4 കിലോ ജൂൾ പെർ മോൾ ആണ്. സോ 1 ഗ്രാം റിയാക്റ്റീവ് മിക്സ്ചർ ഇവോൾവ് ചെയ്യുന്ന ഹീറ്റ് 4 കിലോ ജൂൾ ആണ്. സോ 4 ആണ് ആൻസർ വരിക. സോ തെറ്റിക്കാൻ പാടില്ലേ. നിങ്ങൾക്ക് റിയാക്റ്റന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷനിൽ നിന്ന് റിയാക്റ്റന്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നിങ്ങൾ മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കിട്ടും. ആ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ ഹീറ്റ് ചേഞ്ച് -860 ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് ഹീറ്റ് ഇവോൾവ്ഡ് പെർ ഗ്രാം ആണ്. 1 ഗ്രാം റിയാക്റ്റന്റ് എത്ര ഹീറ്റ് ഇവോൾവ് ചെയ്യുമെന്നാണ്. ഇവിടെ ക്വസ്റ്റ്യനകത്ത് 1 Fe2O3യും 2 Al-ഉം ഉണ്ട്. അതായത് 1 മോൾ Fe2O3യും 2 മോൾ Al-ഉം ഉണ്ട്. അതിന്റെ മാസ് നിങ്ങൾ കൂട്ടിയാൽ 214 കിട്ടും. സോ 214 ഗ്രാം മിക്സ്ചർ ആണ് 860 ഹീറ്റ് ഇവോൾവ് ചെയ്യുക. സോ 1 ഗ്രാം മിക്സ്ചർ ഇവോൾവ് ചെയ്യുന്ന ഹീറ്റ് 860 ഡിവൈഡ് ബൈ 214 വിച്ച് ഈസ് ഈക്വൽ ടു 4 കിട്ടും. സോ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്ററിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാം. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ദ നമ്പർ ഓഫ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. എത്ര കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന ചോദ്യം.
ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ എത്ര സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്നാണ് ചോദ്യം. The number of correct statement or statements involving equilibria in a physical process from the following is. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് എന്ന ചോദ്യം. നോക്കി, equilibrium is possible only in closed system at a given temperature. ശരിയല്ലേ? ക്ലോസ്ഡ് സിസ്റ്റത്തിലാണ് equilibrium possible at a given temperature. ശരിയാണ്. ശരിയാണ്. B നോക്കി, both the opposing process occur at the same rate. അല്ലെ? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഇക്വിലിബ്രിയത്തിൽ സെയിം ആയിരിക്കും. ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും അല്ലെങ്കിൽ ഒപ്പോസിംഗ് പ്രോസസിന്റെ റേറ്റുകൾ സെയിം ആയിരിക്കും. സെയിം ആണ്. റേറ്റ് ശരിയാണ്. ബി ശരിയാണ്. ഇനി സി നോക്കടാ. എല്ലാവരും സി നോക്കി. എല്ലാവരും ആൻസർ പറ. സി നോക്കി, when equilibrium is attained at a given temperature the value of all parameters become equal. ഇക്വിലിബ്രിയത്തിലെ എല്ലാ പാരാമീറ്റേഴ്സിന്റെയും വാല്യൂ ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. ആണോ? ഈക്വൽ അല്ല മക്കളെ. ഇക്വിലിബ്രിയത്തിലെ പാരാമീറ്റേഴ്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഈക്വൽ ആവണമെന്നില്ല. എല്ലാ വാല്യൂം ഈക്വൽ ആയിരിക്കുമോ? അല്ല, വാല്യൂ കോൺസ്റ്റന്റ്. വാല്യൂ കൂടുകയില്ല കുറയൂല, പക്ഷെ എല്ലാ വാല്യൂം ഈക്വൽ ആയിരിക്കൂല. എല്ലാ പാരാമീറ്റേഴ്സിന്റെ വാല്യൂം ഈക്വൽ ആവണമെന്നില്ല. എല്ലാ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയാൽ മതി. സോ സി തെറ്റാണ്. ഡി നോക്ക്, ഫോർ ഡിസൊല്യൂഷൻ ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ് ദ സോളിബിലിറ്റി ഈസ് കോൺസ്റ്റന്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. സോളിഡ്സ് ഇൻ ലിക്വിഡ്, സോളിഡിനെ ലിക്വിഡിലേക്ക് ഡിസോൾവ് ചെയ്യുന്നു. ഒരു സ്പെസിഫിക് സോളിഡ് സൊല്യൂട്ടിനാ ഒരു സ്പെസിഫിക് ലിക്വിഡ് സോൾവെന്റിലേക്ക് ഡിസോൾവ് ചെയ്യുമ്പോൾ അതിന്റെ സോളിബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുക. സോളിബിലിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്യുക? ടെമ്പറേച്ചറിനെയാണ്. പഠിച്ചിട്ടില്ലേ? ഡിസൊല്യൂഷൻ എക്സോതെർമിക് ആണെങ്കിൽ, ഡിസൊല്യൂഷൻ എൻഡോതെർമിക് ആണെങ്കിൽ സോളിബിലിറ്റി ഓഫ് സോളിഡ് ലിക്വിഡിനെ ടെമ്പറേച്ചർ എഫക്റ്റ് ചെയ്യുന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ടെമ്പറേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. സോ ടെമ്പറേച്ചർ ഗിവൺ ടെമ്പറേച്ചറിൽ സോളിബിലിറ്റി സെയിം ആയിരിക്കും. സോ ഡി ശരിയാണ്. സോ എ ശരിയാണ്, ബി ശരിയാണ്, ഡി ശരിയാണ്. സോ എത്ര ശരിയുണ്ട്? 3 സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. സോ നമ്പർ ഓഫ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് 3 ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ. 25 ml എന്താണ്? 25 ml ഓഫ് 0.05 molar barium nitrate is mixed with 25 ml of 0.02 molar NaF. KSP of BaF2 is 0.5 into 10 raised to minus 6 at 298 Kelvin. The ratio of concentration of barium 2 plus into concentration of F minus square and KSP is. KSP നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 0.5 into 10 raised to minus 6 ആണ്. ആരെ? BaF2ന്റെ തന്നിക്ക്. ക്ലിയർ അല്ലേ? സോ ഇവിടെ 25 ml ബേരിയം നൈട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ 0.05 ആണ്. അതിൽ അഗെയിൻ എത്ര എയ്ഡ് ചെയ്യുന്നത്? 25 ആണ്. സോ വോളിയം ഡബിൾ ആവും. സോ കോൺസെൻട്രേഷൻ നിങ്ങൾ പകുതിയാക്കുക. സോ ബേരിയം നൈട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ 0.05 നിന്ന് എന്തായിട്ട് മാറും? ബേരിയം നൈട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ 0.05ന്റെ പകുതി 0.025 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഇനി നോക്കണം നിങ്ങൾ. സെയിം അതേപോലെ NaFന് എത്രയായിട്ട് മാറും? NaFന്റെ കോൺസെൻട്രേഷൻ 0.02 നിന്ന് 0.01 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? സോ ബേരിയം BaNO3 ട്വൈസ് ഡിസോസിയേറ്റ് ചെയ്താൽ ഒരു Ba2+ ആണ് കിട്ടുക. സോ Ba2+ന്റെ കോൺസെൻട്രേഷൻ 0.025 കിട്ടും. ഇൻറ്റു ഒരു NaF ഡിസോസിയേറ്റ് ചെയ്താൽ ഒരു F മൈനസ് കിട്ടുക. സോ കോൺസെൻട്രേഷൻ 0.01 വരും. സോ 0.01 സ്ക്വയർ ആണ് വരിക. ക്ലിയർ അല്ലേ? സോ 25 into 10 raised to minus 3 into 0.1 ആണ്. ഇവിടെ 0.01 ആണ്. 0.01 ക്ലിയറിന്റെ സ്ക്വയർ കൊടുത്താൽ 1 into 10 raised to minus 4 കിട്ടും. ദാറ്റ് ഈസ് 25 into 10 raised to minus 7. സോ കോൺസെൻട്രേഷൻ ഓഫ് Ba2+ into കോൺസെൻട്രേഷൻ ഓഫ് F മൈനസ് സ്ക്വയർ വരിക 25 into 10 raised to minus 7. അതിലൂടെ KSP വാല്യൂ ആയിട്ടുള്ള 0.5 into 10 raised to minus 6 ഡിവൈഡ് ചെയ്യുക. എടാ 0.5 into 10 raised to minus 6 എന്ന് പറഞ്ഞാൽ എത്രയാ? 5 into 10 raised to minus 7 ആണ്. 10 raised to minus 7 പോയി 25ഉം 5ഉം പോയാൽ 5 വരും. സോ ആൻസർ 5 is the right answer. ഏതാ റൈറ്റ് ആൻസർ? 5 ആണ് റൈറ്റ് ആൻസർ. 5 is the right answer. ക്ലിയർ അല്ലേ? സോ എല്ലാവരും ആൻസർ ചെയ്യുക. സോ എല്ലാവരും ലൈവിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുക. ക്ലിയർ അല്ലേ?
കൃത്യമായിട്ട് നിങ്ങൾ ഡിസ്കഷൻ്റെ ഭാഗമാവുക. കുറേ സമയമായി നിങ്ങൾ ലൈവിലിരിക്കുന്നത്. സോ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. നല്ല രീതിയിൽ ഡിസ്കഷൻ്റെ ഭാഗമാവുക. അബ്ദു പിന്നെ IIT ഒക്കെ ആൻസർ പറയുന്നുണ്ട്. ക്ലിയർ അല്ലേ? പ്രവീൺ ഉണ്ട്. യെസ്, IIT മദ്രാസ് ആണ്. സോ എല്ലാവരും ആൻസർ പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ ചോദ്യങ്ങൾക്ക് അപ്പുറം, നിങ്ങൾ പേഴ്സണൽ ക്വസ്റ്റ്യൻസിന് അപ്പുറം ആൻസറും പറഞ്ഞ് മുന്നോട്ടേക്ക് പോവുക. ക്ലിയർ അല്ലേ? പോസിറ്റീവായിട്ട് നിങ്ങൾ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് മാറുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്? FeO4 2- Fe3+ ആയിട്ട് മാറുന്നു. അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അതിൻ്റെ EMF +2.2 വോൾട്ട് ആണ്. Fe3+ Fe2+ ആകുന്ന അതിൻ്റെ പൊട്ടൻഷ്യൽ 0.7 വോൾട്ട് ആണ്. Fe2+ Fe ആയിട്ട് മാറുന്ന അതിൻ്റെ EMF -0.45 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ FeO4 2- Fe2+ ആയിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന EMF x × 10⁻³ ആണെങ്കിൽ x എന്താണെന്നാണ് ചോദ്യം. ക്ലിയർ അല്ലേ? സോ നോക്കടാ, ഇവിടെ നോക്കി. FeO4 2- എന്ന് പറഞ്ഞാൽ Feയുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ നോക്കണേ. Fe ഇവിടെ നോക്കടാ, ഇവിടെ FeO4 2- ഉണ്ട്, FeO4 2- ഉണ്ട്. സോ FeO4 2- എന്ന് പറഞ്ഞാൽ Feയുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? ഓക്സിജന്റെ കോമൺ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. 4 ഓക്സിജൻ -8. -8നോട് എത്ര കൂട്ടിയാൽ -2 കിട്ടുക? +6 കൂട്ടിയാൽ. സോ FeO4 2- Feയുടെ ഓക്സിഡേഷൻ നമ്പർ +6 ആണ്. സോ ഒന്നാമത് Fe എത്രയാ? +6 ആണ്, +6 ആണ്. സോ ഒന്നാമത് Fe6+ നോക്കടാ, FeO4 2- Feയുടെ ഓക്സിഡേഷൻ നമ്പർ +6 ആണ്. സോ Fe6 Fe3+ ആകുന്നു. എങ്ങനെയാണ് Fe6+ Fe3+ ആവുക? Fe6+ 3 ഇലക്ട്രോൺ വാങ്ങിയാലാണ് Fe3+ ആയിട്ട് മാറുക. അതിൻ്റെ E0 EMF നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 2.2 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ΔG0 കണ്ടുപിടിച്ചൂടെ? ഇതിനെ ΔG0 കാണുക. എന്താണ് ΔG0യുടെ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച്? ΔG0യുടെ ഇക്വേഷൻ ΔG0 -N of E0 സെൽ ആണ്. പഠിച്ചില്ലേ? സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് ΔG0 -N of E0 സെല്ല. സോ ഇവിടെ -N എത്രയാ? N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇവിടെ 3 ആണ്. F ഫാരഡേ Fn. ഇവിടെ E0 സെൽ എത്രയാ? 2.2 ആണ്, which is equal to -6.6 ഫാരഡേ എന്ന് കിട്ടും. ഇനി രണ്ടാമത് നോക്ക് നിങ്ങൾ. Fe3+ Fe2+ ആകുന്നത് എങ്ങനെയാണ്? Fe3+ Fe2+ ആവുക? Fe3+ എന്നുള്ള ചങ്ങായി 1 ഇലക്ട്രോൺ വാങ്ങിയാലാണ് Fe2+ ആയിട്ട് മാറുക. സോ അതിൻ്റെ EMF E0 ആണ് നിങ്ങൾക്ക് 0.7 വോൾട്ട് തന്നത്. സോ അതിൻ്റെ ΔG0ന്റെ വാല്യൂ എന്താ വരിക? ΔG0 -N of E0 സെല്ലാണ്. -N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇവിടെ 1 ആണ്. ഇവിടെ Fn E0 0.7 ആണ്. ക്ലിയർ അല്ലേ? സോ എന്ത് വരാം? 0.7 -0.7 F കിട്ടും ΔG0. ക്ലിയർ അല്ലേ? ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ ചോദിച്ചേ? ക്വസ്റ്റ്യൻ പേപ്പറിൽ FeO4 2- Fe2+ ആയിട്ട് മാറുന്നത്. FeO4 2- എന്ന് പറഞ്ഞാൽ Fe6+ ആണ്. സോ Fe6+ എന്നുള്ള ചങ്ങായി എത്ര ഇലക്ട്രോൺ ആയി വാങ്ങിയാൽ Fe2+ ആയിട്ട് മാറുക? Fe6+ എന്നുള്ള ചങ്ങായി 4 ഇലക്ട്രോൺ വാങ്ങിയാലാണ് Fe2+ ആയിട്ട് മാറുക. അതിൻ്റെ E0 എത്രയാണെന്നാണ് ചോദ്യം. നിങ്ങൾ നോക്കടാ, ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും നിങ്ങൾ കൂട്ടി നോക്ക്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കോമൺ ആയിട്ടുള്ള Fe3+ വെട്ടിപ്പോവും. ബാക്കി ലെഫ്റ്റ് സൈഡിൽ ആരാളുടെ? Fe6+. 3 ഇലക്ട്രോണും 1 ഇലക്ട്രോണും 4 ഇലക്ട്രോൺ. റൈറ്റ് സൈഡിൽ ആരാളുടെ? Fe2+. സോ റൈറ്റ് സൈഡിലും Fe2+. സോ ഒന്നാമത്തെ ഇക്വേഷനെയും രണ്ടാമത്തെ ഇക്വേഷനും നിങ്ങൾ ആഡ് ചെയ്താൽ നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് ഇക്വേഷന്റെ EMF കാണാൻ ഒന്നാമത്തെ ഇക്വേഷന്റെയും രണ്ടാമത്തെ ഇക്വേഷന്റെയും EMF കൂട്ടാൻ വേണ്ടി പാടില്ല. EMF നിങ്ങൾ കൂട്ടാൻ വേണ്ടി സാധിക്കില്ല. പകരം നിങ്ങൾക്ക് ഗിബ്സ് എനർജി മാത്രമേ കൂട്ടാൻ വേണ്ടി സാധിക്കൂ. സോ ഒന്നാമത്തെ ഇക്വേഷന്റെ ഗിബ്സ് എനർജി നിങ്ങൾക്ക് കിട്ടി -3 × 2.2 F ആണ്, അല്ലെങ്കിൽ -6.6 F ആണ്. രണ്ടാമത്തെ ഇക്വേഷന്റെ ഗിബ്സ് എനർജി ചേഞ്ച് ΔG0 -0.7 F ആണ്. സോ രണ്ടും നിങ്ങൾ രണ്ടും കൂട്ടിയാൽ 13 ഒന്ന് ബാക്കി 7 കിട്ടും. -7.3 F എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ നമ്മുടെ റിക്വയർഡ് ഇക്വേഷന്റെ ΔG0 -7.3 F കിട്ടി.
നമ്മളോട് റിക്വയർഡ് ഇക്വേഷന്റെ ഡെൽറ്റ G0 ആണ് ചോദിച്ചത്, അല്ല E0 ആണ് ചോദിച്ചത്. സോ ഒന്നാമത്തെ ഇക്വേഷന്റെ ഡെൽറ്റ G0വും രണ്ടാമത്തെ ഇക്വേഷന്റെ ഡെൽറ്റ G0വും കൂട്ടിയപ്പോൾ റിക്വയർഡ് ഇക്വേഷന്റെ ഡെൽറ്റ G0 കിട്ടി. ഇവിടെ ഡെൽറ്റ G0 കാണുന്ന ഇക്വേഷൻ എന്താ? -NfE0 സെല്ല്, അതാണ് -7.3 ഫാരഡ്. നമ്മുടെ റിക്വയർഡ് ഇക്വേഷനിൽ N എത്രയാ? N 4 ആണ്. ക്ലിയർലേ? ഫാരഡും വെട്ടി, നെഗറ്റീവും വെട്ടി. സോ E0 സെൽ എത്ര കിട്ടും? 7.3 ഡിവൈഡ് ബൈ 4. ക്ലിയർലേ? അത് 1.825 കിട്ടും. ക്ലിയർലേ? സോ ഇവിടെ നോക്ക്, നിങ്ങളുടെ വാല്യൂ എന്താ പറഞ്ഞേ? വാല്യൂ പറഞ്ഞത് x × 10⁻³ ആണ്. സോ ഇവിടെ 10⁻³ ചെയ്യണമെങ്കിൽ നിങ്ങൾ 1000 കൊണ്ട് ഗുണിക്കണം. 1000 കൊണ്ട് ഗുണിച്ചാൽ 1825 കിട്ടും. സോ 1825 ആണ് ആൻസർ വരിക. 1825 ആണ് നിങ്ങൾക്ക് ആൻസർ വരിക. ക്ലിയർലേ? സോ എല്ലാവർക്കും ആൻസർ കിട്ടിക്കോ? ചാറ്റ് ബോക്സിൽ നിങ്ങൾ ആൻസർ പറഞ്ഞിട്ടില്ല. സോ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. രണ്ട് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് EMF നിങ്ങൾക്കറിയാം. അത് രണ്ടും കൂട്ടിയാൽ മൂന്നാമത്തെ ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ EMF കൂട്ടാൻ വേണ്ടി പാടില്ല. നിങ്ങൾ എന്ത് കൂട്ടണം? നിങ്ങൾ ഗിബ്സ് എനർജി കൂട്ടിയിട്ട് അതിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്യണം എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്ലിയർലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി. ഇത് സൊല്യൂഷൻ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എല്ലാവരും നോക്കുക. 5 gram NaOH, എത്ര ഗ്രാം? 5 gram NaOH was dissolved in a deionized water to prepare 450 ml stock solution. 5 gram NaOH ഉപയോഗിച്ച് 450 ml സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ what volume of the solution would be required to prepare 500 ml of 0.1 molar solution? എന്താ ചോദ്യം എന്ന് മനസ്സിലായോ? 5 gram NaOH ഉപയോഗിച്ച് 450 ml സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷൻ നിങ്ങൾക്ക് 500 ml 0.1 മോളാറായി കൺവേർട്ട് ചെയ്യാൻ എത്ര വോളിയം ആഡ് ചെയ്യണമെന്നാണ്, ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വോളിയം എത്രയാണെന്നാണ് ചോദ്യം. ക്ലിയർ അല്ലേ? യെസ്. സോ നോക്കടാ, ഫസ്റ്റ് സൊല്യൂഷൻ എത്രയാ? ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 5 gram NaOH 450 ml ആണ്. ക്ലിയർലേ? 5 gram NaOH was dissolved in water to prepare 450 ml stock solution. സോ ആ സൊല്യൂഷന്റെ മൊളാരിറ്റി നിങ്ങൾക്ക് കണ്ടൂടെ? എന്താണ് ആ മൊളാരിറ്റിന്റെ ഇക്വേഷൻ? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു WB മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു MB മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡ് ബൈ V in ml ആണ്. ക്ലിയർലേ? സോ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു WB എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. ഇവിടെ മാസ് ഓഫ് സൊല്യൂട്ട് 5 gram ആണെന്ന് നിങ്ങൾക്ക് വെണ്ടക്ക അക്ഷരത്തിൽ തന്നിട്ടുണ്ട്. സോ WB 5 ആണ്. ഡിവൈഡഡ് ബൈ MB എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. ഇവിടെ സൊല്യൂട്ട് NaOH ആണ്. NaOHന്റെ മോളിക്കുലാർ മാസ് കാണാൻ NaOHനകത്തുള്ള സോഡിയത്തിന്റെ അറ്റോമിക് മാസ് 23ഉം ഓക്സിജന്റെ അറ്റോമിക് മാസ് 16ഉം ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1ഉം കൂട്ടിയാൽ 40 കിട്ടും. സോ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് ഓഫ് NaOH ആണ്. 40 കിട്ടി ഇൻറ്റു 1000 ഡിവൈഡ് ബൈ V നമ്മൾ എത്രയാ? ഇവിടെ വോളിയം എത്രയാ? ഇവിടെ വോളിയം 450 ആണ്. സോ ഇത് ചെയ്താൽ നിങ്ങൾക്ക് 0.277 എന്ന് കിട്ടും. മൊളാരിറ്റി കിട്ടി. ക്ലിയർലേ? സോ ഇനീഷ്യൽ മൊളാരിറ്റി M1 നിങ്ങൾക്ക് കിട്ടി. 0.22 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ മൊളാരിറ്റി നിങ്ങൾ ആ സൊല്യൂഷൻ എത്ര മൊളാരിറ്റിയിലേക്കാണ് മാറ്റുന്നേ? നിങ്ങളുടെ ഫൈനൽ മൊളാരിറ്റി നോക്ക് 0.1 മോളാർ ആണ്. സോ ഫൈനൽ മൊളാരിറ്റി M2 0.1 മോളാർ ആണ്. ഫൈനൽ വോളിയം എത്ര വോളിയം ആക്കിയിട്ടാണ് നിങ്ങൾക്ക് മാറ്റേണ്ടത്? 500 ml ആണ്. സോ ഫൈനൽ വോളിയം V2 500 ml ആണ്. സോ നിങ്ങൾക്ക് 0.1 മോളാർ അല്ലെങ്കിൽ 0.1 മോളാർ 500 ml സൊല്യൂഷൻ ഉണ്ടാക്കാൻ എത്ര വോളിയം വേണമെന്നാണ് ചോദ്യം. സോ ഇവിടെയുള്ള വോളിയം V1 ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർലേ? സോ M1 തന്നിട്ടുണ്ട്, M2 തന്നിട്ടുണ്ട്, V2 തന്നിട്ടുണ്ട്, V1 കാണണം. സോ ഡയലൂഷന്റെ ഇക്വേഷൻ എന്താടാ? മൊളാരിറ്റി ഇൻ ഡയലൂഷൻ എന്നുള്ള
മൊളാരിറ്റി ഇൻ ഡയലൂഷൻ എന്ന കോൺസെപ്റ്റ് ഇക്വേഷൻ നിങ്ങൾ സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഡയലൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ M1 മൊളാരിറ്റിയും V1 വോളിയമുള്ള സൊല്യൂഷൻ നിങ്ങൾ ഡയലൂട്ട് ചെയ്ത് പുതിയ മൊളാരിറ്റി M2ഉം പുതിയ വോളിയം V2 ആയാൽ റിലേഷൻഷിപ്പ് എന്താ? M1 V1 ഈസ് ഈക്വൽ ടു M2 V2 വരും. M1 തന്നു 0.277 into volume V1 is equal to M2 0.1 into volume 500. സോ ഇത് ചെയ്താൽ നിങ്ങൾക്ക് 150 എന്ന് കിട്ടും. സോ 150 ആണ് ആൻസർ വരിക. 150 is the right answer. 150 ആണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, സൊല്യൂഷൻ എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഫുഡൊന്നും കഴിക്കാൻ അയക്കില്ലേ? ഫുഡൊന്നും കഴിക്കാൻ അയക്കില്ലേ? കൃത്യമായിട്ട് പഠിക്കാം. ക്ലിയർ അല്ലേ? നമുക്ക് ഒരു 10 മണിയാകുമ്പോൾ ഒരു 10:05 ആകുമ്പോഴത്തേക്ക് നമുക്ക് അവസാനിപ്പിക്കാം. സോ എല്ലാവരും കൃത്യമായിട്ട് കാണാം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ?
ഓക്കെ, ഇപ്പൊ സൗണ്ട് ക്ലിയർ അല്ലേ? ഇപ്പൊ സൗണ്ട് ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? സോ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം, ആൻസർ ഒന്നും പ്രയാസമില്ല. രണ്ട് സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെന്നാണ് പറഞ്ഞത്. ആ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റേ സൊല്യൂഷനകത്തുള്ള സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് എത്രയാണെന്നാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം, ജസ്റ്റ് പറയാം. രണ്ട് സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെന്ന് തന്നിട്ടുണ്ട്, ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റേ സൊല്യൂഷന്റെ രണ്ടാമത്തെ സൊല്യൂഷന്റെ സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് എത്രയാണെന്ന് ചോദിച്ചത്. സോ രണ്ട് സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെങ്കിൽ pi1 = pi2 ആയിരിക്കും. ഓസ്മോട്ടിക് പ്രഷറിന്റെ ഇക്വേഷൻ CRT ആണ്. pi1 = pi2 ആണെങ്കിൽ C1RT = C2RT കിട്ടും. C1 = C2 കിട്ടും. സോ രണ്ടാമത്തെ കോൺസെൻട്രേഷൻ C2 തന്നിട്ടുണ്ട്. സോ C1 = 0.05 കൊടുക്കുക. ഇനി കോൺസെൻട്രേഷൻ കാണുന്ന ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം. സോ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം 0.05 എന്ന് കിട്ടും. ഇവിടെ വോളിയം നിങ്ങൾക്ക് 1000 ml അല്ലെങ്കിൽ 1 ലിറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ നമ്പർ ഓഫ് മോൾസ് നിങ്ങൾക്ക് 0.05 എന്ന് കിട്ടും. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ആണ്. സോ ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് 0.05 കിട്ടും. ഗിവൺ മാസ് 12 ആണ്. സോ മോളിക്കുലാർ മാസ് 12 ഡിവൈഡ് ബൈ 0.05 കിട്ടും. സോ അങ്ങനെയാണ് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുക. പ്രയാസമൊന്നുമില്ലല്ലോ. രണ്ട് സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണ് അല്ലെങ്കിൽ ഐസോട്ടോണിക് സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞാൽ pi1 = pi2 കൊടുക്കുക, C1RT = C2RT കൊടുക്കുക, C1 = C2 കൊടുക്കുക, ആൻസർ ചെയ്യാം. ക്ലിയർ അല്ലേ? എന്തുകൊണ്ടാണ് ഞാൻ T1 ഉം T2 കൊടുക്കാത്തത്? കാരണം രണ്ട് സൊല്യൂഷന്റെ ടെമ്പറേച്ചർ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ T1 ഉം T2 കൊടുക്കേണ്ട ആവശ്യമില്ല, TT എന്ന് കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? റെഡി. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, നിങ്ങളുടെ ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ട നല്ല സുന്ദരനായിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാം. എ മെറ്റൽ സർഫസ് ഓഫ്, എന്താ ചോദ്യം? എ മെറ്റൽ സർഫസ് ഓഫ് 100 centimeter square area has to be coated with nickel layer of thickness 0.001 millimeter. A current of 2 ampere was passed through a solution of NiNO3 twice for x seconds to coat the desired layer. The value of x is 100 centimeter square area ഉള്ള 1 millimeter 100 centimeter square area ഉള്ള 0.001 millimeter thickness ഉള്ള ഒരു ലെയർ കോട്ട് ചെയ്യാൻ നിങ്ങൾ ഇലക്ട്രോളിസിസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോളിസിസ് ചെയ്യുന്ന സമയത്ത് 2 ആംപിയർ കറന്റ് ആണ് പാസ് ചെയ്യുന്നത്. സോ കംപ്ലീറ്റ് നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ എത്ര ടൈം നിങ്ങൾക്ക് 2 ആംപിയർ കറന്റ് പാസ് ചെയ്യണമെന്നാണ് ചോദിച്ചത്. സോ നിങ്ങൾ ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പഠിച്ചതാണ്. എന്താ ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പറയുന്നത്? നിങ്ങൾ ഇലക്ട്രോളിസിസ് ചെയ്യുന്ന സമയത്ത് ഒരു സബ്സ്റ്റൻസ് ഒരു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്നതോ ആയ സബ്സ്റ്റൻസിന്റെ മാസ് ആ ഇലക്ട്രോലൈറ്റിലൂടെ കടത്തിവിടുന്ന ഇലക്ട്രിസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയല്ലേ നിങ്ങൾ പഠിച്ചത്? മാസ് ഓഫ് സബ്സ്റ്റൻസ് deposited or liberated at an electrode is directly proportional to quantity of electricity passed through the electrolyte. ഇതാണ് Faraday's first law of electrolysis. Then mass proportional to charge ആണ്, m proportional to it ആണ്, m is equal to ZIT ആണ്. Z എന്ന് പറഞ്ഞാൽ ഇലക്ട്രോകെമിക്കൽ ഇക്വാലന്റ് ആണ്. ഇലക്ട്രോകെമിക്കൽ ഇക്വാലന്റ് Z എന്ന് പറഞ്ഞാൽ ഇക്വാലന്റ് വെയിറ്റ് ഡിവൈഡ് ബൈ 96500 ആണ് ഇൻറ്റു I ഇൻറ്റു T. നമുക്ക് T ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ മാസ് തന്നിക്കില്ല. പകരം നിങ്ങൾക്ക് എന്ത് തന്നിക്കടാ? ഡെൻസിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് ഡെൻസിറ്റിന്റെ ഇക്വേഷൻ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. സോ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. സോ ഇവിടെ മാസിന് പകരം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? മാസിന് പകരം നിങ്ങൾക്ക് ഡെൻസിറ്റി ഇൻറ്റു വോളിയം കൊടുക്കാം. സോ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഈസ് ഈക്വൽ ടു ഇക്വാലന്റ് വെയിറ്റ് ഡിവൈഡ് ബൈ 96500 ഇൻറ്റു I ഇൻറ്റു T എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ ഡെൻസിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിക്ക് എത്രയാ ഡെൻസിറ്റി തന്നത്? ഡെൻസിറ്റി 10 gram per liter ആണ്. 10 gram per liter. എടാ ലിറ്റർ 10 gram per ml ആണ്. എടാ 1 ml എന്ന് പറഞ്ഞാൽ എന്താടാ? 1 ml എന്ന് പറഞ്ഞാൽ 10 raised to -3 ലിറ്റർ ആണ്, അല്ലെങ്കിൽ 1 മില്ലി ആണ്, അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ ക്യൂബ് ആണ്. ക്ലിയർ അല്ലേ? സോ 1 സെന്റിമീറ്റർ ക്യൂബ് ആണ് ഒരു ml.
ക്ലിയർലേ സോ 10 gram per ml എന്ന് പറഞ്ഞാൽ 10 gram per centimeter cube ആണ് ക്ലിയർലേ സോ ഡെൻസിറ്റി നിങ്ങൾ സെന്റിമീറ്റർ ക്യൂബ് കൊടുത്താൽ നിങ്ങൾ വോളിയം നിങ്ങൾ സെന്റിമീറ്റർ ക്യൂബ് തന്നെ കൊടുക്കണം ക്ലിയർലേ സോ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഏരിയ 100 തന്നിട്ടുണ്ട് thickness നിങ്ങൾക്ക് 0.001 തന്നിട്ടുണ്ട് സോ വോളിയം എന്ന് പറഞ്ഞാൽ 100 into 0.001 ആണ് പക്ഷേ ഇവിടെ മില്ലിമീറ്റർ ആണെന്നത് അതിനെ നിങ്ങൾ സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ അഗൈൻ 0.1 കൊണ്ട് ഗുണിക്കണം സോ അഗൈൻ ഒരു 0 കൂടെ നിങ്ങൾ കൊടുക്കുക which is equal to equivalent weight എന്താ equivalent weight of an element എന്ന് പറഞ്ഞാൽ atomic mass divided by valence ആണ് ഇവിടെ നിക്കലിന്റെ atomic mass നിങ്ങൾക്ക് 30 തന്നിട്ടുണ്ട് നിക്കലിന്റെ വാലൻസ് എത്രയാ നിക്കലിന്റെ വാലൻസി നിങ്ങൾക്കറിയാം നിക്കലിന്റെ atomic mass of നിക്കൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ 60 തന്നിട്ടുണ്ട് 60 gram തന്നിട്ടുണ്ട് നിക്കലിന്റെ വാലൻസി 2 ആണ് സോ ഇക്വാലിറ്റി വെയിറ്റ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് 60 ഡിവൈഡ് ബൈ വാലൻസി 2 30 എന്ന് കിട്ടും ഡിവൈഡ് ബൈ 96500 ഇൻറ്റു കറന്റ് ഐ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 2 ആണ് ഇൻറ്റു ടി സോ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ടൈം ടി നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ആൻസർ കിട്ടും സോ ഇതാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടത് ക്ലിയർ അല്ലേ സോ ഇത്രയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത് സോ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക ക്ലിയർ അല്ലേ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ കൃത്യമായിട്ട് ചെയ്യുക നിങ്ങൾ ബാക്കി ചോദ്യങ്ങളും ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ തിയറികളും ജസ്റ്റ് ഒന്ന് വായിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻസും നീറ്റ് JEE ക്വസ്റ്റ്യൻസും അതോടൊപ്പമുള്ള ബാക്കി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ഒക്കെ നിരന്തരമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ റെഡി ബൈ